ജനാസ കൊണ്ടുപോകുന്നത് കാണുമ്പോ മനസ്സിലേക്ക് എരച്ചു കയറുകയാണ്, റബ്ബേ എന്റെ സഹോദരനല്ലേ പോകുന്നത്. ഒരു മയ്യത്ത് കൊണ്ടുപോകുന്നത് കാണുമ്പോ എന്റെ മനസ്സ് കിടിലം കൊള്ളുകയാണ്. ആ ജനാസ മൂടിപ്പുതച്ച് വെള്ള പുതച്ച് കിടക്കുന്നത് കാണുമ്പോ, ആ ജനാസയുടെ സമീപത്ത് ചെല്ലുമ്പോ, അതുപോലെ തന്നെ ആ മയ്യത്തിനെ കുളിപ്പിക്കപ്പെടുമ്പോ, ആ മയ്യത്തിനെ വെള്ളത്തുണി കൊണ്ട് കഫൻ ചെയ്യപ്പെടുമ്പോ, ആ മയ്യത്തിനെ കൊണ്ടുപോകുമ്പോ, ആ ജനാസക്ക് വേണ്ടി നിസ്കരിക്കപ്പെടുമ്പോ, ആ ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കപ്പെടുമ്പോ, അതിൻ്റെയും ശേഷം പിന്നെ അതേ പല ഘട്ടങ്ങളിലും ആ ഖബർസ്ഥാന് പോയി സന്ദർശിക്കുമ്പോ, രോഗികളെ കാണുമ്പോ, മരണം ആസന്നമായ രോഗികളുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതിവിഗതികൾ ഇങ്ങനെ ഏറുന്നതും താഴുന്നതും നമ്മൾ അതേ ശ്വാസമിടക്കി പിടിച്ചുകൊണ്ട് നമ്മൾ കാണുമ്പോ, എത്രയോ ആക്സിഡന്റ് മരണവാർത്തകൾ നമ്മൾ കാണുമ്പോ കേൾക്കുമ്പോ, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, അക്സിറൂ വർദ്ധിപ്പിക്കണേ മുഅ്മിനീങ്ങളെ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, മരണം എന്ന കാര്യത്തെക്കുറിച്ച് ഓർക്കണം. എവിടെ വെച്ചാണ് മരണം അല്ലാഹു നിശ്ചയിച്ചതെങ്കിൽ അങ്ങോട്ട് നമുക്കൊരു കാരണം റബ്ബ് നിശ്ചയിക്കുകയാണ്. അതേ പ്രവാസ ജീവിതത്തിൻ്റെ ഇടക്ക് എത്രയോ സഹോദരീ സഹോദരന്മാര്, അവരാ നാട്ടുകാരല്ല, അവിടെ ജോലി ചെയ്യുന്നവരല്ല, പക്ഷേ ഇവിടെ മക്കളെ കാണാൻ വിസിറ്റ് വിസയിൽ വന്നവരാണ്, ജോലി തേടി വന്നവരാണ്, പലരെയും കാണാൻ വേണ്ടി വന്നവരാണ്. വന്നതിന്റെ പിറ്റേ ദിവസം അതാ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ആക്സിഡന്റ് പറ്റി മരണപ്പെടുന്നു. അതുപോലെ തന്നെ വാഹനത്തിലൂടെ കുടുംബസമേതം യാത്ര ചെയ്യുമ്പോൾ ആക്സിഡന്റ് പറ്റി മരണപ്പെടുന്നു. ഭക്ഷണം കഴിച്ചിട്ട് റൂമിൽ ഉറങ്ങാൻ കിടന്നതാണ്, ഹാർട്ട് അറ്റാക്ക് മുഖേന മരണപ്പെടുന്നു. അതേ പ്രിയമുള്ളവരെ, എവിടെ വെച്ച് മരിക്കണം എന്ന് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തേക്ക് പോകാനുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ അല്ലാഹു നിശ്ചയിക്കുന്നു. എന്നിട്ട് നമ്മെ കൃത്യസമയത്ത് റബ്ബ് നിശ്ചയിച്ച ഒരു സ്പോട്ടുണ്ട്, റബ്ബ് നിശ്ചയിച്ച ഒരു മണ്ണുണ്ട്, റബ്ബ് നിശ്ചയിച്ച ഒരു സമയമുണ്ട്. ആ സമയത്തേക്ക് പ്ലെയിൻ കയറിയിട്ടാണെങ്കിൽ അങ്ങനെ, കപ്പലേറിയിട്ടാണെങ്കിൽ അങ്ങനെ, ബസ്സിലാണെങ്കിൽ അങ്ങനെ, ട്രെയിനിലാണെങ്കിൽ അങ്ങനെ, എവിടെയാണെങ്കിൽ എത്തേണ്ട പോയിന്റിലേക്ക് എത്തിച്ചിട്ട് അതേ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്, ഒരൊറ്റ മനുഷ്യനും അറിഞ്ഞുകൂടല്ലോ ഏത് പ്രദേശത്തേക്കാണ്, ഏത് മണ്ണിലാണ് അവൻ മരിച്ചു വീഴുന്നതെന്ന് അറിയില്ലല്ലോ. റബ്ബിനല്ലേ അറിയുക. അവിടേക്കാണ്ട് എത്തിച്ചിട്ട് നമ്മെ അങ്ങ് മരിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എവിടെ വെച്ചാണ് മരണം വിധിക്കുന്നതെങ്കിലും ഈമാനുള്ള മരണം റബ്ബ് നമുക്ക് വിധിക്കുമാറാകട്ടെ. അമ്പിയാക്കൾ വരെ പേടിച്ച വിഷയമാണ് മുസ്ലിമായ മരണം. മുസ്ലിമായി മരിക്കലാണ് പ്രധാനം. ഏത് രാജ്യത്ത് മരിക്കുന്നു, എവിടെ മരിക്കുന്നു, മക്കളുടെ ഇടയിൽ കിടന്നു മരിക്കുന്നു, ഹോസ്പിറ്റലിൽ മരിക്കുന്നു, എവിടെ മരിക്കുന്നു, അതൊന്നുമല്ല വിഷയം. അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഓ വിശ്വാസികളെ പടച്ചവനെ പേടിച്ചു ജീവിച്ചോ. റബ്ബ് നിർബന്ധമാക്കിയ നിയമങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നോ. റബ്ബ് വിരോധിച്ച കാര്യങ്ങളോട് ജീവിതത്തിൽ വിട പറഞ്ഞുകൊണ്ട് തഖ്വയോടെ ജീവിച്ചോ. ഹഖ്ഖ തുഖാതിഹി, എങ്ങനെയാണോ തഖ്വ പാലിക്കേണ്ടതെന്ന് റബ്ബ് പഠിപ്പിച്ചതെങ്കിൽ അതേപോലെ തന്നെ ജീവിച്ചോ. പിന്നെ പറഞ്ഞതെന്താണ്? വലാ തമൂതുന്ന, നിങ്ങൾ മരിച്ചു പോകല്ലേ, ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായ നിലയിലല്ലാതെ മരിച്ചു പോകരുത്. മരിക്കുമ്പോ മുസ്ലിമായി മരിക്കാൻ പറ്റണം. മഹാന്മാർ അതിനു വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാമിന് പേടിയില്ലാതെ പോയിട്ടില്ല. അള്ളാഹുവിന്റെ സ്വർഗം ഓഫർ ചെയ്യപ്പെട്ടവരല്ലേ അമ്പിയാക്കന്മാര്. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന് പേടിയില്ലാതെ പോയിട്ടില്ല.
ഒരുപാട് വിജ്ഞാനത്തിന്റെ ഭണ്ഡാരങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് വലിയ ആലിമായി അക്കാലഘട്ടത്തിൽ പുകഴ്ത്തപ്പെട്ട അറിയപ്പെട്ട മറ്റുള്ളവർക്ക് പോലും നൽകപ്പെടാത്ത സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പോലും നൽകി അനുഗ്രഹിക്കപ്പെട്ട മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, ആ നബിയും തേടിയതെന്താണ്? തവഫനി മുസ്ലിമാ, റബ്ബേ നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളോടൊപ്പം നീ എന്നെ ചേർത്ത് തരണേ, നല്ലവരുടെ കൂടെ മഹ്ശറിൽ എനിക്ക് പോയി നിൽക്കാൻ പറ്റണേ, പാപികളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് കുറ്റവാളികളെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കാനുള്ള യോഗ്യത പോലും തെമ്മാടി പെണ്ണേ, തെമ്മാടിയായ പുരുഷാ നിനക്കില്ല. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ തെമ്മാടികളെ വിശ്വാസികളുടെ ചാരത്ത് നിൽക്കാൻ നിങ്ങൾക്ക് എന്തടോ അവകാശമുള്ളത്? മാറിപ്പോയി വേറെ പോയി നിൽക്കിനടാ എന്ന് പറയുന്ന രംഗം സൂറത്ത് യാസീനിൽ അല്ലാഹു പഠിപ്പിച്ചിട്ടില്ലേ? യൂസുഫ് അലൈഹിസ്സലാമിന്റെ ദുആ നോക്കൂ, വഅൽഹിഖ്നി, നീ എന്നെ മരണാനന്തരം ചേർത്ത് നിർത്തി തരണം, ബിസ്സാലിഹീൻ, സാലിഹീങ്ങൾ നിൽക്കുന്നിടത്ത് പോയി മഹ്ശറിൽ നിൽക്കാൻ പറ്റണം. അതേ നമ്മുടെ നേതാക്കന്മാര്, അമ്പിയാക്കള്, ശുഹദാക്കള്, സിദ്ദീഖീങ്ങള്, സാലിഹീങ്ങള്, മഹാന്മാരൊക്കെ നിൽക്കുന്ന കൂട്ടത്തിൽ പോയി നിൽക്കാൻ സാധിച്ചാൽ അതല്ലേ ഏറ്റവും വലിയ സൗഭാഗ്യം. നമുക്കങ്ങനെ ഒരു പേടി തോന്നിയിട്ടുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പേടി തോന്നി മക്കളുടെ കാര്യത്തിൽ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന് പേടി തോന്നി മക്കളുടെ കാര്യത്തിൽ. മഹാന്മാരായ ആ പ്രവാചകന്മാർ പരിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് കൃത്യമായി തന്നെ പറഞ്ഞിട്ടില്ലേ? അം കുൻതും ശുഹദാ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത്, യാക്കൂബ് അലൈഹിസ്സലാമിന് മരണം ഹാജരായപ്പോൾ മക്കളോട് ചോദിച്ചിട്ടുണ്ട്, മക്കളെ എൻ്റെ ശേഷം നിങ്ങൾ എന്തിനെ ആരാധിച്ചിട്ടാ ജീവിക്കുക? എൻ്റെ ശേഷം നിങ്ങളുടെ ആദർശം എന്തായിരിക്കും? ഓ ഉപ്പമാരെ, ഉമ്മമാരെ, നമുക്കങ്ങനെ വല്ല തോന്നലുമുണ്ടോ? മരണത്തിൻ്റെ നേരത്ത് ഞങ്ങളുടെ മക്കളെ വിളിച്ചു കൂട്ടിയിട്ട് പറയാൻ നമുക്ക് സാധിക്കുമോ? അല്ലാഹു തആല പറഞ്ഞില്ലേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും യാക്കൂബ് നബി അലൈഹിസ്സലാമും ഒക്കെ മരണത്തിൻ്റെ വേളയിൽ മക്കളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എൻ്റെ കുഞ്ഞുമക്കളെ, എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. നിങ്ങൾ റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന മതമുണ്ട്, ആ മതം ഇസ്ലാം മാത്രമാണ്. ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ആ ദീനിൽ നിയമങ്ങളുണ്ട്. നിങ്ങൾ എങ്ങോട്ട് നോക്കണം, എങ്ങോട്ട് നോക്കരുത്, എന്ത് കാണണം, എന്ത് പറയണം, എന്ത് കേൾക്കണം, എന്ത് സംസാരിക്കണം, എവിടേക്ക് പോകണം, എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിച്ചുകൂടാ, എല്ലാം നിശ്ചയിച്ചത് ഈ ദീനല്ലേ. ആ ഇസ്ലാം നിങ്ങൾ കൈവടിയല്ല മക്കളെ. വലാ തമൂതുന്ന, നിങ്ങൾ മരിച്ചു പോകരുത് എൻ്റെ പൊന്നുമക്കള്. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായ നിലയിലല്ലാതെ നിങ്ങൾ മരിക്കല്ലേ. ഇതാരാ പറയുന്നത്? എന്നെപ്പോലെ നിങ്ങളെപ്പോലെ പാപികളായ മനുഷ്യന്മാര് മക്കളെ വിളിച്ചു കൊടുത്ത ഉപദേശമല്ല. മഹാന്മാരായ അള്ളാന്റെ ഖലീൽ എന്ന് വാഴ്ത്തപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം ഒക്കെ മരണം ആസന്നമായപ്പോ മക്കളെ വിളിച്ചിട്ട് കൊടുത്ത ഉപദേശമാണ്, മക്കളെ ഇസ്ലാമിനെ നിങ്ങൾ വെടിയല്ലേ, മുസ്ലിമീങ്ങളായി ജീവിച്ചോളൂ, ദീനെന്താണെന്ന് പഠിക്കണം, ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾ കൈവടിയരുത്. ആ ഒരു ബോധം നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തണം. അത് പറഞ്ഞുകൊണ്ടല്ലേ മഹാന്മാർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അതാ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ രണ്ടാലൊരു നിലക്ക് വിട പറയൽ സംഭവിക്കും. രണ്ടാലൊരു നിലക്ക് നമ്മൾ പിരിഞ്ഞേ പറ്റൂ. ആർക്കെത്ര ഇഷ്ടമല്ലെങ്കിലും, ആണാവട്ടെ പെണ്ണാവട്ടെ, ജീവിച്ച് കൊരി തീർന്നിട്ടില്ല, എനിക്കിനിയും ജീവിക്കണം എന്നൊക്കെ നമുക്കൊക്കെ മോഹമുണ്ട്. നാളേക്ക് വേണ്ടി പല പ്ലാനുകളും തയ്യാറാക്കിയിട്ടാ നമ്മളിവിടെ ഇരിക്കുന്നത്.
ഒരുപാട് മനക്കോട്ടകൾ നമ്മൾ മനസ്സിൽ കെട്ടിയിട്ടുണ്ട്, ഒരുപാട് ചിന്തകൾ നമ്മൾ പലരുമായും പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോഴും പങ്കുവെക്കാതെ പല രഹസ്യങ്ങളും മനസ്സിൻ്റെ അകത്ത് ഭാവിയിൽ ചെയ്യണമെന്ന് വിചാരിച്ച് മോഹിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ മരണത്തിൻ്റെ വിളിയാളമങ്ങ് വരുന്ന നേരത്ത് മുഅ്മിനായി മരിക്കാൻ പറ്റുമോ, അതോ കാഫിറായി ലോകത്തു നിന്ന് ജീവൻ പോകുമോ? ആർക്കാണ് കണക്കാക്കാൻ കഴിയുന്നത്? അതുകൊണ്ടാ ജീവിതത്തിൽ എപ്പോഴും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അല്ലാഹ് മുസ്ലിമായി മരിപ്പിക്കണം റബ്ബേ, എവിടെ വെച്ച് മരിച്ചാലും ഈമാനുള്ള മരണം തരണം, നിന്നെ വിശ്വസിക്കുന്ന നിലവാരത്തിൽ മരിച്ചു പോകണം. എത്രയോ ആളുകൾ ചെറുപ്പക്കാരതാ പലപ്പോഴും ആക്സിഡന്റ് പറ്റിയിട്ട് ഈ അടുത്ത ദിവസം അതാ കുറച്ചു നാളുകൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിന്റെ ഒരു ജില്ലയിൽ 18 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയാണ്, 18 വയസ്സുകാരനായ അതേ ടീനേജ് പ്രായക്കാരനായ യുവത്വം തുളുമ്പുന്നൊരു ചെറുപ്പക്കാരൻ ആക്സിഡന്റിൽപ്പെട്ട് റോഡിലതാ ചോരവാർന്നൊലിച്ചുകൊണ്ട് മരിച്ചു കിടക്കുമ്പോ ആ ബോഡി ആളുകൾ താങ്ങിയെടുത്ത വാഹനത്തിലേക്ക് കിടത്താൻ നോക്കുമ്പോ ആ പ്രിയപ്പെട്ട മോന്റെ പാൻസിന്റെ അടിയിലതാ പോക്കറ്റിലതാ മദ്യത്തിന്റെ കുപ്പി പൊട്ടിത്തെറിക്കുന്നു. അവൻ കിടന്നിടത്തേക്ക് മദ്യത്തിന്റെ കുപ്പി പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അതിന്റെ അവശിഷ്ടങ്ങൾ അവന്റെ പാൻസിന്റെ പോക്കറ്റിലുണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാരെ, ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ മക്കൾ എങ്ങോട്ടാ പോകുന്നത്? ലഹരിയുടെ ലോകത്തേക്ക്, അവിഹിതമായ ബന്ധത്തിന്റെ ലോകത്തേക്ക്, സിനിമാശാലകളിൽ പോയിട്ടും വേശ്യാലയങ്ങളിൽ പോയിട്ടും അതുപോലെ തന്നെ നൃത്യങ്ങൾ കണ്ടാസ്വദിച്ചിട്ടും മ്യൂസിക്കിന്റെ ലോകത്തിലേക്ക് ചെവിയും അതുപോലെ തന്നെ കൽബും അങ്ങോട്ട് സമർപ്പിച്ചുകൊണ്ടും അനിവാര്യമല്ലാത്ത പലതും കണ്ടും കേട്ടും രസിച്ചുകൊണ്ടും മാതാപിതാക്കളുടെ മുഖത്തു നോക്കിയിട്ട് തെറി പറഞ്ഞുകൊണ്ടും അവരുടെ മുഖത്തു നോക്കിയിട്ട് തന്തേ തള്ളേ എന്ന് നിർലജ്ജം ഒരു ബഹുമാനവുമില്ലാതെ പേരെടുത്ത് വിളിച്ചുകൊണ്ടും നിങ്ങളാണ് എൻ്റെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് പറഞ്ഞുകൊണ്ടും ഉപ്പയും ഉമ്മയും പറയുമ്പോ അതിലേക്ക് കാതുകൊടുക്കാതെ ജീവിച്ചുകൊണ്ടും തോന്നിവാസികളായി കൊണ്ടതാ സ്റ്റഡി ടൂർ എന്ന പേരിലും ടൂർ പോകാനെന്ന പേരിലും അന്യരാജ്യങ്ങളിൽ പോയിട്ട് മോശപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുടെയും വക്താക്കളായിട്ട്, മദ്യത്തിന്റെ അടിമകളായിട്ട്, മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും അടിമകളായിട്ട്, മോശപ്പെട്ട പ്രവർത്തനങ്ങളുടെയൊക്കെ ആളുകളായിട്ട് എത്രയോ ആളുകൾ ഇന്ന് ദിനേന അതപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഭയപ്പെടണം പ്രിയമുള്ളവരെ. അത്തരത്തിൽ അല്ലാഹ്ക്ക് വെറുപ്പുള്ള ഏതെങ്കിലും ഒരു പ്രവൃത്തി ഞാനോ നിങ്ങളോ നമ്മുടെ മക്കളോ ബന്ധപ്പെട്ടവരോ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്താണ് മലക്കുൽ മൗത്ത് വന്ന് റൂഹ് പിടിക്കുന്നതെങ്കിലോ മുസ്ലിമായ മരണമാണോ കിട്ടുന്നത്? ബാറിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നവരില്ലേ, മദ്യപാനിയായിക്കൊണ്ട് മരിച്ചു പോകുന്നവരില്ലേ, വേശ്യാലയത്തിൽ ഇരേ കാത്തിരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നവരില്ലേ, സിനിമാശാലകളിൽ കുഴഞ്ഞു വീണവരില്ലേ, തോന്യാസത്തിന്റെ മേഖലകളിലും ഗാനമേളകളുടെ സദസ്സുകളിലും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലും അരുതാത്തത് കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് രസിച്ചുകൊണ്ട് ആരാരും അറിഞ്ഞില്ലെന്ന് വിചാരിച്ച് സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവെക്കുന്നിടത്ത് വെച്ച് മരണത്തിന് കീഴടങ്ങിയ എത്രയോ ചെറുപ്പക്കാരികളില്ലേ, എത്രയോ ആളുകളില്ലേ പ്രിയമുള്ളവരെ. ആ സമയത്തൊക്കെ മരിക്കുകയാണെങ്കിൽ എന്നൊരു ബോധം നമുക്ക് വേണം. അപ്പൊ നമ്മുടെ മനസ്സിലൊരു പേടി വരും പ്രിയമുള്ളവരെ. ഞാൻ ഈ തിന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെങ്ങാനും ഞാൻ അങ്ങ് മരിച്ചു പോയാൽ തവഫനി മുസ്ലിമാ, മുസ്ലിമായ നിലയിൽ നീ എന്നെ മരിപ്പിക്കണേ എന്ന് ഞാൻ പിന്നെ പ്രാർത്ഥിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് അറിഞ്ഞുകൊണ്ടൊരു തെറ്റിന് ഞാൻ ചെയ്യില്ല. ഒരു നന്മ ചെയ്തുകൊണ്ടിരിക്കെ മരിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഒരു നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കെ മരിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഒരു നല്ല ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കെ മരിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഒരു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ നല്ല നല്ല സദസ്സുകളിലായിക്കൊണ്ടിരിക്കെയൊക്കെ മരിക്കാനായെങ്കിൽ അതെ ഈമാനോടെ മരിക്കലല്ലേ പ്രധാനം. തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഇതല്ലേ പ്രിയമുള്ളവരെ പ്രധാനം? ഈ ചിന്തയല്ലേ നമുക്ക് വേണ്ടത്? അതിനെന്താ വഴി? അല്ലാഹ് പറയുന്നുണ്ട്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ
ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم اللهم اجعلنا منهم അല്ലാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്താ പ്രിയമുള്ളവരെ, വശ്യമായി റഹ്മാനായ റബ്ബ് നമ്മുടെ കാതുകളിലേക്ക്, നമ്മുടെ ഖൽബിലേക്ക് ഇട്ടുതരുന്ന ആശയം എന്താ? ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞവർ, ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞവർ, അത് വായ കൊണ്ട് പറയുന്ന ഒരുപാട് കക്ഷികളും പാർട്ടികളും ഗ്രൂപ്പുകളും ഒക്കെ ലോകത്തുണ്ട്. പക്ഷേ അതുകൊണ്ടായില്ല. സുമ്മസ്തഖാമൂ, ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞ വാക്കിനോട് കൂറ് പുലർത്തിക്കൊണ്ട് ആ റബ്ബിൽ മാത്രം വിശ്വസിച്ച് അവനിൽ പങ്കു ചേർക്കാതെ, അവൻ നിഷിദ്ധമാക്കിയത് ചെയ്യാതെ, അവൻ നിർബന്ധമാക്കിയത് ചെയ്തുകൊണ്ട്, അവൻ പ്രോത്സാഹിപ്പിച്ചതൊക്കെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട്, അവൻ നിരുത്സാഹപ്പെടുത്തിയത് പോലും മാറി നിന്നുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിനെ റബ്ബായി അംഗീകരിച്ച് ആ അർത്ഥത്തിലുള്ള ഒരു മുസ്തഖീമായ റൂട്ടിലൂടെ, മുസ്തഖീമായ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അവന്റെ അടുക്കൽ അല്ലാഹുവിന്റെ മലക്കുകൾ വരും. മരണനേരത്ത് മലക്കുകൾ വരും. സഹോദര സഹോദരി, ഓർക്ക്, ഇത് മുത്തശ്ശിക്കഥയും മാലപ്പാട്ടിലെ കഥയൊന്നുമല്ല, ഇതെനിക്കും നിങ്ങൾക്കും അനുഭവിക്കാനുള്ളതാണ്. മരണത്തിന്റെ നേരത്തതാ നമ്മൾ നോക്കെത്തുന്ന ദൂരത്ത് മുഴുവനും, മുഅ്മിനീങ്ങളാണെങ്കിൽ നമ്മുടെ കണ്ണെത്തുന്ന ദൂരത്ത് മുഴുവനും സുന്ദര രൂപികളായ മലക്കുകൾ ഇങ്ങനെ നല്ല വേഷത്തിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. എന്നിട്ടോ ആ മലക്കുകൾ നമ്മോട് പറയാണ്, ഞങ്ങളെ കണ്ട് പേടിക്കണ്ട കേട്ടോ, വിഷമിക്കണ്ട, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. ഇനി ചെല്ലാനുള്ള ഖബറിനെ കുറിച്ച് പേടിക്കണ്ട, അവിടെ ഭീകരതയുടെ ലോകമാണ്, പക്ഷേ നീ പേടിക്കണ്ട. വരാനിരിക്കുന്ന പരലോകത്തെ കുറിച്ചും നിനക്ക് പേടി വേണ്ട. വലാ തഹ്സനൂ, നിങ്ങൾ സങ്കടപ്പെടുകയും വേണ്ട. ഭാര്യയെ ഇട്ടിട്ടല്ലേ പോണത്, മക്കളെ വിട്ടിട്ടല്ലേ പോണത്, ഉപ്പാനെ വിട്ടിട്ടല്ലേ പോണത്, ഉമ്മയെ വിട്ടിട്ടല്ലേ പോണത്, ബന്ധുക്കളെ വിട്ടിട്ടല്ലേ പോണത്. അവരുടെ കാര്യമൊക്കെ നടന്നോളും, ആ വിഷയത്തിലും സങ്കടം വേണ്ട. ഇപ്പൊ നീ ചിന്തിക്കേണ്ടതൊന്നു മാത്രമാണ്, വഅബ്ശിറൂ, സന്തോഷിച്ചോളൂ, ബിൽ ജന്നത്തില്ലതീ കുൻതും തൂഅദൂൻ, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട ഒരു സ്വർഗമുണ്ട്, ആ സ്വർഗത്തെക്കുറിച്ച് സന്തോഷിച്ചോളൂ. കാഴ്ചകൾ ഇങ്ങനെ കാണുകയാണ്, മലായിക്കത്തുകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് സ്വർഗീയമായ ആനന്ദങ്ങൾ. ആ നേരത്ത് അങ്ങനെ അങ്ങ് ആത്മാവിനെ വലിച്ചെടുക്കുകയാണ്. ഉഖ്റുജീനാ, പുറത്തേക്കിറങ്ങിക്കോ, പുറത്തേക്കിറങ്ങിക്കോ, റഹ്മാനായ പൊറുക്കുന്ന, എല്ലാം പൊറുക്കുന്ന നാഥന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളൊന്നുമല്ല, മിത്രങ്ങളാണ്. ദുന്യാവിലും ആഖിറത്തിലും ഒക്കെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾക്ക് സ്വർഗമാണ് വാഗ്ദത്തം ചെയ്യപ്പെട്ടത്. അവിടെ പോയാൽ ആശിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് അതൊന്നും കിട്ടിയിട്ടില്ല. ആശിക്കുന്നതൊക്കെ കിട്ടുന്ന സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാ വന്നത്. നുസുലം മിൻ ഗഫൂരിർ റഹീം, എല്ലാം പൊറുക്കുന്ന ഗഫൂറും റഹീമുമായ അള്ളാഹു ഒരുക്കിയിട്ടുള്ള വിരുന്ന് സൽക്കാരത്തിലേക്ക് തേടിയെത്തി കൂട്ടിക്കൊണ്ടുപോകാൻ വന്നവരാ ഞങ്ങൾ, പേടിക്കണ്ട കേട്ടോ എന്നും പറഞ്ഞ് ആ മുഅ്മിനിന്റെ ആത്മാവുമായി കൊണ്ടവർ വാനലോകത്തേക്ക് കയറിപ്പോകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ അത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതെ, ആ ഒരവസ്ഥയിൽ എനിക്കും നിങ്ങൾക്കും മരിക്കാൻ കഴിയുമോ? അതാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ഈ ലോകത്ത് നിന്ന് വിട പറയാനൊക്കുമോ? നമുക്ക് മറ്റുള്ളവരൊക്കെ ചുറ്റുഭാഗത്തു നിന്നും കരയുമ്പോ ചിരിച്ചുകൊണ്ട് നമുക്ക് മരിക്കാൻ, നല്ല ഓർമ്മയിൽ മരിക്കാൻ, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ നിലനിർത്തുവാൻ, അതേ ആ രൂപത്തിലുള്ള ചിന്തയോടുകൂടി നല്ല നല്ല സന്തോഷത്തിന്റെ വാർത്തകൾ കേട്ടുകൊണ്ട് മരിക്കാൻ കഴിയണോ? ഇങ്ങനെ റബ്ബുനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ശരിക്ക് ജീവിക്കലേ, നമ്മുടെ എല്ലാ രംഗത്തും വിശുദ്ധി പാലിക്കുക.
അങ്ങനെ അങ്ങോട്ട് ജീവിച്ച് മരിച്ചു പോകാൻ സാധിച്ചാൽ നല്ല സന്തോഷ വാർത്തകളായിരിക്കും മലക്കുകൾ എന്ന് കേൾക്കുക. നമ്മളെ ചുറ്റുഭാഗത്ത് നിൽക്കുന്നവരാരും കേൾക്കൂല, മലക്കുകളെ അവർ കാണൂല. പക്ഷേ നമ്മളിങ്ങനെ കാണും. നമ്മളുടെ കാഴ്ചക്ക് ഇങ്ങനെ വ്യത്യാസം വരെയാണ്. കാരണം ദുനിയാവിൽ നിന്ന് ജീവൻ വേർപെട്ട് തുടങ്ങുമ്പോൾ തന്നെ ആഖിറവുമായി നമ്മൾ കണക്ട് ചെയ്തു. നമ്മുടെ ജീവൻ ദുനിയാവുമായിട്ട് വേർപ്പെടാൻ ഒരുങ്ങുമ്പോൾ തന്നെ ആഖിറവുമായ ലോകവുമായിട്ട് നമ്മുടെ റൂഹ് കണക്ട് ചെയ്യപ്പെട്ടു. ദുനിയാവിലുള്ള റൂഹല്ല ആത്മാവ് പിന്നെ പരലോകത്തേക്ക് കണക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ദുനിയാവിൽ കാണാത്തത് പിന്നെ നമ്മൾ കാണും. ദുനിയാവിൽ കേൾക്കാത്ത വോയിസുകൾ, ശബ്ദങ്ങൾ നമ്മൾ കേൾക്കും. ഞാനോ നിങ്ങളോ ഇന്ന് വരെ റഹ്മത്തിൻ്റെതാവട്ടെ അദാബിൻ്റെതാവട്ടെ ഒരു മലക്കിനെയും കണ്ടിട്ടില്ല. ഞാനോ നിങ്ങളോ ഇന്ന് വരെ ഒരു മലക്കിൻ്റെയും ശബ്ദം കേട്ടിട്ടില്ല. പക്ഷേ മരണത്തിൻ്റെ വേളയിൽ മുഅ്മിനാണെങ്കിലും കാഫിറാണെങ്കിലും നല്ല രൂപത്തിൽ മുഅ്മിനീങ്ങൾ മലക്കുകളുടെ ശബ്ദം കേൾക്കും, അവരെ കാണും. കാഫിറാണെങ്കിലോ ചീത്തയായ രൂപത്തിലുള്ള വേഷത്തിലും ആ രൂപത്തിലുള്ള ഭീകര രൂപികളായ നിലക്ക് മലക്കുകളെ അവരും കാണും. മലക്കുകളുടെ സന്തോഷ വാർത്തകളല്ല അവർ കേൾക്കുക, ആക്രോശങ്ങളും പഴിപറച്ചിലുകളുമായിരിക്കും അവർ കേൾക്കേണ്ടി വരിക. ഞാൻ പറഞ്ഞു വരുന്നത്, മരണത്തിൻ്റെ സമയത്തോട് ഇങ്ങനെ അടുത്ത് മരണത്തിൻ്റെ സമയത്തിലേക്ക് നമ്മുടെ ജീവനങ്ങ് അവസാനിപ്പിക്കുന്ന നേരമാകുമ്പോൾ ദുനിയാവിൽ നിന്ന് കണക്ഷൻ വിട്ടു, ആഖിറവുമായിട്ടുള്ള കണക്ഷനിൽ കണക്ട് ചെയ്യപ്പെട്ടു. ആ സമയത്ത് കാണാത്തതൊക്കെ നമ്മൾ കാണും, ചുറ്റുഭാഗത്തുള്ളവരാരും കാണില്ല. ചുറ്റുഭാഗത്തുള്ളവർ കേൾക്കാത്തത് നമ്മൾ കേൾക്കും. അവരനുഭവിക്കാത്തത് നമ്മൾ അനുഭവിക്കും. പരിശുദ്ധ ഖുർആൻ പറയുന്ന മുഅ്മിനിന്റെ സ്വഭാവം, മുഅ്മിനിന് ഏറ്റവും നല്ല നിലക്കുള്ള മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ വേറൊരു കൂട്ടം ആളുകളുണ്ട്. വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. കാഫിറുകളായ തെമ്മാടികളായ ആളുകളതാ മരിക്കുന്ന നേരത്ത് മലക്കുകൾ അവരെ കൊണ്ടുപോകാൻ വരുമ്പോ, അവരുടെ റൂഹ് ഇറങ്ങാൻ കൂട്ടാക്കാതെ വരുമ്പോ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു. ഉഖ്റുജീ അയ്യതുഹൽ ഖബീസ. മ്ലേച്ഛമായ തെമ്മാടിയായ ചീത്തയായ റൂഹേ ഇറങ്ങ് പുറത്തേക്കെന്ന് പറഞ്ഞു വലിക്കുമ്പോ ചൂളുകയാണ്, അടിച്ചടിച്ചിട്ടാണ് അവന്റെ റൂഹിനെ കൊണ്ടുപോകുന്നത്. അതേ അൽ മലായിക യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. ആ മനുഷ്യന്റെ മുഖത്തടിക്കുന്നുണ്ട്, അവന്റെ പുറഭാഗങ്ങളിൽ അടിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനാ പറയുന്നത്, നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, യുക്തിക്ക് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മരണനേരത്ത് മലക്കുകൾ അടിക്കുന്നത് വിശ്വസിക്കാൻ എന്നെ കിട്ടൂല എന്ന് ദയവായി ഒരാളും പറഞ്ഞു പോകരുത്. കാരണം ഇത് അല്ലാഹു അറിയിക്കുകയാണ്. മലക്കുകളതാ മരണത്തിന്റെ നേരത്ത് ആ മരണത്തിന്റെ വേദനയിൽ അക്രമികൾ കിടന്നു പടയുമ്പോ മലക്കുകൾ അവരുടെ കൈകൾ നിവർത്തിപ്പിടിച്ചിട്ട് ഇറക്കടാ പുറത്തേക്ക് ആത്മാവിനെ എന്നും പറഞ്ഞിട്ട് അടിക്കുകയാണെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ആ സമയത്ത് അട്ടഹാസങ്ങളും ശബ്ദങ്ങളും അടികൊള്ളലും വേദനയും പുളയലും നമ്മൾ കാണുമ്പോൾ കാണുന്നുണ്ടോ? അടി കാണുന്നുണ്ടോ? അടിയുടെ വേദന നമ്മൾ ഒച്ച കേൾക്കുന്നുണ്ടോ? അയാളുടെ അട്ടഹാസം കാണുന്നുണ്ടോ? ഇല്ല. അത് കണക്ട് ചെയ്യപ്പെട്ട് വേറൊരു ലോകത്തേക്ക് പക്ഷെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. രണ്ടാലൊരു നിലക്കുള്ള മരണമാണ് നടക്കുകയാണ്. ആ മരണമാണ് നടന്നു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ആലോചിക്ക്, പ്രിയമുള്ളവരെ ഇന്നത്തെ രാത്രി പോയി കിടക്കുമ്പോൾ ചിന്തിക്ക്, ഞാൻ ആരെക്കുറിച്ചൊക്കെ ദുരാരോപണങ്ങൾ പറഞ്ഞു, ഞാൻ ആരെക്കുറിച്ചൊക്കെ കളവുകൾ പറയുന്നു, ഞാൻ ആരോടൊക്കെ പകയും കൊണ്ട് നടക്കുന്നു, ഞാൻ ആരെയൊക്കെ പലർക്കും വേണ്ടിയിട്ട് ചീത്ത വിളിക്കുന്നു, ഞാൻ ആരെയൊക്കെ പലർക്കും വേണ്ടി ഞാൻ അവരോട് തമ്മിൽ തെറ്റിയിട്ട് ബന്ധം മുറിച്ചുപോയി. റബ്ബേ, ഞാൻ എങ്ങനെ മരിക്കും? ഞാൻ മുഅ്മിനായി മരിക്കുമോ അതോ തെമ്മാടിയുടെ മരണമാണോ ഉണ്ടാവുക? ഏതിൽ പെടണമെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സമയം അല്ലാഹു ദുനിയാവിലാണ് തന്നിട്ടുള്ളത്. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, ആ ജനാസ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ആ ജനാസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് വിധത്തിലുള്ള സംസാരങ്ങൾ അവരെ കുറിച്ചും പറയുന്നുണ്ട്. നമ്മൾ ആലോചിക്കണം. ആ ജനാസ അങ്ങ് എടുത്ത് ആളുകൾ, അവരുടെ പുരുഷന്മാർ അവരുടെ ചുമലുകളിലായി ആ ജനാസ വെച്ചിട്ടുള്ള മയ്യത്ത് കെട്ടില് അവരങ്ങനെ ചുമന്നു പോകുമ്പോ മയ്യത്ത് വിളിച്ചു പറയുന്നുണ്ട്, ഉപ്പമാരെ,
മയ്യത്ത് വിളിച്ചു പറയുന്നുണ്ട്. ഉമ്മമാരെ, എന്താ വിളിക്കുന്നത്? അല്ലാഹുവിൻ്റെ റസൂല് പറയാണ്, സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, നല്ല ആത്മാവിൻ്റെ മയ്യത്താണ്, നല്ല വ്യക്തിയാണ്, മരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് കൊണ്ടുപോവുകയാണ്. അതേ വീട്ടിൽ നിലവിളികളുണ്ട്, ബന്ധപ്പെട്ടവരെ വിട്ടുകൊടുക്കുകയാണ്. ഒരു ഭർത്താവിനും സാധ്യമല്ലല്ലോ, എൻ്റെ പ്രിയപ്പെട്ടവളാണ്, കൊണ്ടുപോകല്ലേ. ഒരു ഭാര്യയും പറയില്ലല്ലോ, ഇറക്കി കുളിപ്പിച്ച് കൊണ്ടുപോകല്ലേ, കണ്ടിട്ട് ജീവിച്ചിട്ട് കൊരു തീർന്നിട്ടില്ല, എൻ്റെ പൊന്നിക്കയാണ്, കൊണ്ടുപോകല്ലേ. പൊന്നു ബാപ്പയാണ്, കൊണ്ടുപോകല്ലേ. പൊന്നുമ്മാനെ കൊണ്ടുപോകല്ലേ. 10 മാസം നൊന്തുപറ്റ എൻ്റെ കൈക്കുഞ്ഞാണ്, എൻ്റെ പൊന്നുമോനാണ്, പൊന്നുമോളാണ്, ഇറക്കിക്കൊണ്ടുപോകല്ലേ. ഒരു ഉമ്മമാർക്കും വിലപിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ ആ ജനാസയെ അങ്ങ് ഇറക്കിക്കൊണ്ടുപോകുമ്പോ സന്തോഷിക്കാൻ നമുക്ക് കഴിയണം. ഉപ്പമാരെ, എൻ്റെ ബന്ധപ്പെട്ടയാളുടെ ജനാസ എൻ്റെ വീട്ടിൻ്റെ ഉമ്മറപ്പടിയിലൂടെ അങ്ങ് ഇറക്കിക്കൊണ്ടു പോകുമ്പോ റബ്ബേ, നിന്റെ സന്തോഷത്തിൻ്റെ കാഴ്ചകൾ കാണുന്ന ലോകത്തേക്കല്ലേ എൻ്റെ ഉപ്പ പോണത്, എൻ്റെ ഉമ്മ പോണത്, എൻ്റെ ഭർത്താവ് പോണത്, എൻ്റെ ഭാര്യ പോണത്, എൻ്റെ പൊന്നുമോള് പോണത്, എൻ്റെ പൊന്നുമോൻ പോണത് എന്ന് ആശ്വസിക്കാൻ വക വേണമെങ്കിൽ ആ മരിച്ചിറങ്ങിപ്പോകുന്ന ആ മയ്യത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങനെ ഇറക്കിപ്പോകാൻ ആവശ്യമായ നിലക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വീട്ടിൽ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? അവരെ ഉപദേശിച്ചിട്ടുണ്ടോ? അവർ നല്ല ജീവിതത്തിന് വീട്ടിൽ ഇടം കൊടുത്തിട്ടുണ്ടോ? കുടുംബ നായികമാരായ പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് ബാധ്യതയില്ലേ? ഗൃഹഭരണത്തിൽ ഉത്തരവാദിത്തമില്ലേ? ഉപ്പമാരെ, കുടുംബത്തെക്കുറിച്ച് പരലോകത്ത് ചോദ്യമില്ലേ? ഭാര്യയെക്കുറിച്ച് ചോദ്യമില്ലേ? പൊന്നുമോളെക്കുറിച്ച് ചോദ്യമില്ലേ? പൊന്നുമോനെക്കുറിച്ച് ചോദ്യമില്ലേ? അങ്ങനെ അങ്ങ് കൊണ്ടുപോകുമ്പോ സന്തോഷത്തോടെ യാത്രയാക്കാൻ നമുക്ക് കഴിയുമോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് വെറുതെ ചിന്ത കൊണ്ടായില്ല, അതിനിപ്പോഴേ പണിയെടുത്തോളണം. ഇനി നിങ്ങൾ നോക്ക്, നബി തങ്ങൾ പറയാണ്, സ്വാലിഹായ മയ്യത്താണെങ്കിൽ ആ മയ്യത്ത് വിളിച്ചു പറയാണ്, ഖദ്ദിമൂനി, എന്തേ ജനങ്ങളെ എന്നെ ഇട്ട് താമസിപ്പിക്കുന്നത്? വേഗത്തിൽ ഖബറിലേക്ക് കൊണ്ടുപോകൂ, എന്നെ വേഗം കൊണ്ടുപോകൂ, എന്നെ വേഗം വേഗം കൊണ്ടുപോകൂ. അതേ അവസരത്തിൽ എന്താണ് കാരണം? ആത്മാവ് മരണത്തിന്റെ നേരത്ത് കണ്ടു കഴിഞ്ഞു. ചെന്ന് കിടക്കാനുള്ള സ്വർഗത്തിന്റെ സൗകര്യങ്ങൾ കണ്ടപ്പോ എന്തേ വെച്ച് നീട്ടി താമസിപ്പിക്കുന്നത്? വേഗത്തിൽ കൊണ്ടുപോകൂ, വേഗത്തിൽ കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാണ്. അതേ അവസരത്തിൽ അതേ ചീത്തയായ ആത്മാവിൻ്റെ മയ്യത്താണെങ്കിൽ ആ ആത്മാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലറി വിളിക്കുകയാണ്, അതേ അത് വിശദീകരിച്ചപ്പോ അത് ശറഹ് കൊടുത്ത പണ്ഡിതന്മാര് പറഞ്ഞു, യാ വൈലി, എൻ്റെ നാശമേ, എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത്? എന്നെ കൊണ്ടുപോകല്ലേ, എനിക്ക് പോണ്ട, എനിക്ക് പോണ്ട, എന്നെ ഖബറിലേക്ക് കൊണ്ടുപോകല്ലേ എന്ന് വിളിച്ചു പറയുകയാണ്. ചീത്തയായ ആത്മാവിൻ്റെ മയ്യത്താണെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ ഇപ്പൊ തന്നെ വരെ ചെറുപ്പക്കാരും അതേ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞ് യുക്തിവാദം പറയുന്നവർ ആലോചിക്കുന്നുണ്ടാകും, എത്ര മയ്യത്ത് കെട്ടിൽ ഞങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിലൂടെ കടന്നുപോയി, അവരാരും വിളിച്ചു പറയുന്നത് ഞങ്ങളാരും ഈ ചെവി കൊണ്ട് കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കണ്ട. മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, യസ്മഉ സൗതഹാ, ആ മയ്യത്ത് വിളിച്ചു പറയുന്ന ആ ശബ്ദമുണ്ടല്ലോ, അത് ലോകത്തുള്ള എല്ലാ വസ്തുക്കളും കേൾക്കുന്നതാണ്. ഇല്ലൽ ഇൻസാൻ, മനുഷ്യനത് കേൾക്കണ്ടാനാ അല്ലാഹു വിചാരിച്ചത്. അതല്ലാഹു നമ്മളോട് ചെയ്ത റഹ്മത്താണ്. വലൗ സമിഅൽ ഇൻസാൻ, മനുഷ്യനെങ്ങാനും ആ വിളിയാളം കേട്ടിരുന്നുവെങ്കിൽ അവൻ ബോധമറ്റ് നിലത്തേക്ക് വീഴുമായിരുന്നു. അത് താങ്ങാൻ അവന്റെ കാതുകൾക്ക് കേൾപ്പില്ല, അത് കേൾക്കാൻ അവന്റെ കാതുകൾക്ക് ത്രാണിയില്ല. അത് അല്ലാഹു ചെയ്ത സംവിധാനമാണ്. പക്ഷേ
ഇങ്ങനെ വിളിച്ചു പറയുമെന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അതേ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ മുസ്ലിമായത് ആ ഓഫർ അല്ലാഹുവോട് പറഞ്ഞിട്ടാണ്, ആ പ്രതിജ്ഞ എടുത്തിട്ടാ നമ്മൾ മുസ്ലിമായത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതൊക്കെ സത്യമാണ്. അത് ഞങ്ങളെ ബുദ്ധിക്ക് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ, ഞങ്ങളുടെ കുഞ്ഞു യുക്തിക്ക് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ, അവിടുന്ന് പറഞ്ഞു എന്ന് ഉറപ്പുള്ളത് മുഴുവനും ഞങ്ങൾ വിശ്വസിക്കാൻ സന്നദ്ധരാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മുസ്ലിമായി ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്കതൊരു പ്രശ്നമല്ല. പക്ഷേ വിഷയത്തിലേക്ക് തന്നെ ഞാൻ മടങ്ങട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജനാസ വെച്ച് താമസിപ്പിക്കല്ലേ. അത് ജീവിച്ചിരിക്കുന്നവരോടുള്ള റബ്ബിന്റെ റസൂലിന്റെ കൽപ്പനയാണ്. നിങ്ങൾ ജനാസ വെച്ച് താമസിപ്പിക്കരുത്. മരണം നടന്നാൽ ഉടനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറമാടാൻ, നിസ്കരിച്ച് മറമാടാൻ കൊണ്ടുപോകണം. നിങ്ങൾ ജനാസ കൊണ്ട് സ്പീഡിൽ പോകണേ. എന്തേ കാരണമെന്നറിയാമോ? സാലിഹായ മയ്യത്താണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാനുള്ള നന്മ നിങ്ങളെന്തിനു മുടക്കണം? അദ്ദേഹത്തിന് കിട്ടാനുള്ള സ്വർഗീയ സുഖങ്ങളിലേക്ക് അദ്ദേഹത്തെ പെട്ടെന്നങ്ങ് എത്തിച്ചേക്കണേ. ഇനി അതല്ല, നിങ്ങൾ പേറിയിട്ടുള്ളത് ഒരു മാറാപ്പാണെങ്കിൽ, നിങ്ങളുടെ ചുമലിൽ നിങ്ങൾ ഏറ്റിയിട്ടുള്ള മയ്യത്ത് ഒരു തെമ്മാടിയാണെങ്കിൽ, അവൻ ലഹരിയുടെ ആളായിരുന്നു, അവൻ ചീത്തയുടെ വക്താവായിരുന്നു, അവൻ വ്യഭിചാരിയായിരുന്നു, അവൻ പലിശക്ക് കടം കൊടുക്കുന്നവനായിരുന്നു, അവൻ പലിശയിലൂടെ ധനം വാങ്ങിയവനാണ്, അവൻ മാതാപിതാക്കളെ അനുസരിക്കാത്തവനാണ്, അവൻ സക്കാത്ത് കൊടുക്കാത്തവനാണ്, അവൻ നേരത്ത് നിസ്കരിക്കാത്തവനാണ്, അവൻ കണ്ണുകൊണ്ട് ഹറാം കണ്ടവനാണ്, അവൻ കാതുകൊണ്ട് ഹറാം കേട്ടവനാണ്, അവൻ ലഹരിക്ക് അടിമയായവനാണ്, അവൻ തോന്നിവാസിയായി ജീവിച്ചവനാണ്, അവൻ റബ്ബിനെ വെല്ലുവിളിച്ചവനാണ്, അവൻ റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞവനാണ്, അവൻ റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ പേരിൽ വ്യഭിചാരാരോപണം പറഞ്ഞവരാണ്, റസൂലുള്ളാഹിനെ തെമ്മാടിയായി ചിത്രീകരിച്ചവരാണ്. അങ്ങനെ പലതും ചെയ്യുന്ന തെമ്മാടി കൂട്ടങ്ങൾ, അങ്ങനെ പലതിലേക്കും ചെന്നുപെട്ട ചെറുപ്പക്കാരും അല്ലാത്തവരും ഫാജിരീങ്ങളും കാഫിരീങ്ങളുമൊക്കെ ലോകത്തുണ്ടല്ലോ. അള്ളാന്റെ റസൂല് പറയാണ്, അത്തരത്തിൽപ്പെട്ട ഒരു ജനാസയാണ് നിങ്ങളുടെ ചുമലിലുള്ളതെങ്കിലും പെട്ടെന്ന് കൊണ്ടുപോയി ഖബറിലേക്ക് കുഴിക്കാൻ കൊടുക്കണേ. എന്തേ കാരണമെന്നോ? ഫശർറുൻ തദഊനഹാ അൻ റിഖാബികും. ആ ഷർറ് നിങ്ങളെ പെരടിന്ന് വേഗം പോയിക്കോട്ടെ എന്ന് അള്ളാന്റെ റസൂല് പറയാണ്. ആ ഭാഷ നിങ്ങൾ നോക്കൂ, എത്ര ഗുരുതരമാണ്. സ്നേഹത്തിന്റെ പ്രവാചകന് തിന്മകളോടുള്ള വെറുപ്പല്ലേ ആ കാണിക്കുന്നത്? ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മൾ മരിക്കുമ്പോ ഇതിലേത് പറഞ്ഞും കൊണ്ടാ നമ്മൾ ഖബറിലേക്ക് പോവുക? ഖദ്ദിമൂനി, എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോകൂ, പെട്ടെന്ന് കൊണ്ടുപോകൂ. അതേ, പലരും അതാ പ്രവാസികളായ ആളുകൾ മരിച്ചാൽ ജനാസ കൊണ്ടുവരാൻ വേണ്ടി ഇവിടുന്ന് ഗൾഫിലേക്ക് ആവശ്യപ്പെടുന്നവരുണ്ട്. ഗൾഫിലുള്ള മക്കളും ബന്ധപ്പെട്ടവരും വന്നു ചേരാൻ വേണ്ടി ദിവസങ്ങളോളം ജനാസ അതേ ഫ്രീസറിൽ വെച്ച് കാത്തു സൂക്ഷിക്കുന്നവരുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട പ്രവാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പറയണം, അവർ മരിച്ചാൽ ജനാസ അവിടെ തന്നെ അടക്കാൻ വസിയത്ത് കൊടുക്കണേ മോനെ. അത് പറയാൻ കുറച്ച് ധൈര്യം മനസ്സിൽ വേണമെന്നേയുള്ളൂ. മരിച്ചയിടത്ത് കഫൻ ചെയ്ത് മറമാടലാണ് ഉപ്പമാരെ, ഉമ്മമാരെ ഏറ്റവും നല്ലത്. ആ ജനാസ കൊണ്ടുവരാൻ എത്ര ചെലവുണ്ട്, എത്ര പ്രയാസങ്ങളുണ്ട്. മാത്രമല്ല, ഒരു ജനാസ ഇങ്ങോട്ട് എംബാമിങ് കഴിഞ്ഞ് പൂർത്തിയാക്കിയിട്ട് ഫ്ലൈറ്റിലതാ പച്ചക്കറി തൂക്കും പോലെ, വിറക് തൂക്കും പോലെ ജനാസയിട്ട ബോഡി അതാ തൂക്കം നോക്കുകയാണ്. തൂക്കി നോക്കിയിട്ട് വെയിറ്റ് നോക്കിയിട്ട് അവിടെ ഫീസ് അടച്ചിട്ടായി ജനാസ കൊണ്ടുവരുന്നത്. എത്ര ദിവസമാണ് അവിടെ താമസിപ്പിക്കേണ്ടി വരുന്നത്? എംബാമിങ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതേ, മോർച്ചറിയിലേക്ക് അങ്ങ് മയ്യത്ത് കിടത്തിയിട്ട് ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് അങ്ങ് വലിച്ചിട്ട് അതേ കേട് വരാതിരിക്കാൻ വേണ്ട സംവിധാനങ്ങളും രാസപദാർത്ഥങ്ങളും ഉള്ളിലേക്ക് അടിച്ച് കയറ്റിയിട്ട് അപ്പോഴേക്ക് മയ്യത്തിൻ്റെ മുഖത്തിനും ശരീരത്തിനുമൊക്കെ ചില കളർ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് ഫ്രഷാകുന്ന നിലക്ക് ആളുകൾ പിന്നെ കാണുന്ന മുഖം മാത്രം ഒന്ന് പ്രത്യേകമായി ഒന്ന് മിനുക്കിയിട്ട് കഫൻ
കഫൻ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്തിനാ ഉമ്മമാരെ അത് കൊണ്ടുവരാൻ വാശി പിടിക്കുന്നത്? എന്തിനാ ഉപ്പമാരെ അതിന് വാശി പിടിക്കുന്നത്? ഖൈറായ മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന് കിട്ടാനുള്ള ഖൈർ എന്തിനു വെച്ച് താമസിപ്പിക്കുന്നു? ശർറാണെങ്കിൽ അത് എത്രയും വേഗം മണ്ണിലേക്ക് പോയിക്കോട്ടെ. ജനാസയുടെ കാര്യത്തിൽ പിന്തിക്കരുത്. ഇന്നയാൾ വരാനുണ്ട്, മറ്റേ ആൾ വരാനുണ്ട്. എത്രയും പെട്ടെന്ന് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി അതേ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കാരവും നിർവഹിച്ചിട്ട് അടക്കം ചെയ്യുന്നുവോ അതാണ് ഉത്തമം എന്ന് എല്ലാവരും മനസ്സിലാക്കണം. മരണത്തിൻ്റെ നേരത്ത് വൈകാരികതകൾ കടിമപ്പെട്ടുകൊണ്ട് എനിക്ക് കണ്ടേ പറ്റൂ, അതെത്ര ദൂരത്തുള്ള മയ്യത്താണെങ്കിലും ഫ്ലൈറ്റിന് കൊണ്ടുവരുന്നു, ലക്ഷങ്ങൾ ചെലവാണ്. അവിടെ പേപ്പർ വർക്കുകൾക്ക് വേണ്ടി അതേ ഈ മരണപ്പെട്ടയാളുടെ ബന്ധുക്കളും അല്ലാത്തവരും എത്ര ഓഫീസുകളിലാ കയറിയിറങ്ങുന്നത് എന്നറിയാമോ? എന്നിട്ടതിൻ്റെ അനുവാദ പത്രങ്ങളുമൊക്കെ കിട്ടിയിട്ട് അതേ ലഗേജ് തൂക്കുന്നത് പോലെ തൂക്കിയിട്ട് ഈ ബോഡി ഫ്ലൈറ്റിലിറങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ആംബുലൻസിന് വേറെ കാശ് കൊടുത്ത് പിന്നെയും അത് ഫ്രീസറിൽ ഇങ്ങനെ കുറേ നേരം വെച്ചിട്ട് ഒന്ന് തുറന്നിട്ടൊരല്പനേരം ഒരു നേരത്തെ ഒരു നോക്ക് കാണാനാണോ ഉമ്മമാരെ ഉപ്പമാരെ ഈ വാശി പിടിക്കുന്നത്? അത് വേണ്ടെന്നാണ് ഞങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. ഈ വിഷയത്തിൽ ഉലമാ പണ്ഡിതന്മാരെല്ലാം ഒരു സ്ഥലത്ത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ അടക്കുന്നതാണ് ഉത്തമം എന്നും അത് തന്നെയാണ് വേണ്ടത് എന്നും ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളതായി ഈ ഉള്ളവൻ അറിഞ്ഞിട്ടില്ല. കൊണ്ടുവരൽ ഹറാമാണെന്നും ഞാൻ പറയുന്നില്ല. ആ വിഷയത്തിലൊക്കെ പണ്ഡിത ചർച്ചകൾ ഉണ്ടായേക്കാം. പക്ഷേ പ്രിയമുള്ളവരെ, എന്തിനാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അള്ളാഹു എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും പ്രിയമുള്ളവരെ, എത്രയോ പ്രവാസികൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരുപാട് ബന്ധപ്പെട്ടവരുടെ ആളുകൾ പ്രവാസ ലോകത്തുണ്ട്. പ്രവാസികളായ എത്രയോ ബന്ധപ്പെട്ട ആളുകൾ നാട്ടിലുണ്ട്. എപ്പോഴാണ് നമ്മൾ മരിക്കുക അതൊന്നും നമുക്കറിയില്ല. അള്ളാഹു നമുക്ക് ഈമാനുള്ള മരണം പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ. ഇസ്ലാം അതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മളത് ഗൗരവത്തോട് കൂടെ ആലോചിക്കണം എന്നുകൂടി സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഏതായിരുന്നാലും നമ്മൾ ഖബറിലേക്കാണ് പോകുമ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിലൊന്നും ഒരു പൊളിയുമില്ല. സദഖ റസൂലുള്ളാഹി, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് 100% സത്യമാണ്. അത് സംഭവിക്കും. പോകുമ്പോൾ ആരൊക്കെ ഉണ്ട് പിന്നാലെ? കുടുംബങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്, മുതലിൻ്റെ അവകാശികളുണ്ട്, മക്കളുണ്ട്, എല്ലാവരുമുണ്ട്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അതേ പരലോക ബോധം ഓർത്തുകൊണ്ട് മരിച്ചു പോകണമല്ലോ എന്ന ചിന്തയോടുകൂടെ ജനാസ കൊണ്ടുപോകാനാ പറഞ്ഞത്. ഉറക്കെ തക്ബീർ വിളിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയിട്ട് മയ്യത്ത് കൊണ്ടുപോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു സമ്പ്രദായവും ഇല്ല. മറിച്ച് പരലോക ബോധത്തോടുകൂടി എനിക്കും മരിക്കണമല്ലോ എന്ന ചിന്തയോടുകൂടി ഈ മയ്യത്തിനെ അത് നമസ്കരിച്ച് ഖബർസ്ഥാനിലേക്ക് വെക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അനുവാദം കൊടുക്കാറില്ല. സ്ത്രീകൾ ജനാസ നിസ്കരിക്കാൻ പാടില്ലെന്ന് വരെ പറയുന്ന പുരോഹിതന്മാരുണ്ട്. അവരാണ് വാസ്തവത്തിൽ നമ്മെക്കുറിച്ച് പറയുന്നത് മുജാഹിദുകൾ ഖൈർ മുടക്കികളാണ്, നന്മ മുടക്കികളാണ് എന്ന് നമ്മെക്കുറിച്ച് പറയുന്ന പുരോഹിതന്മാർ ബന്ധുക്കൾ മരിച്ചു കഴിഞ്ഞാൽ ഭാര്യക്കോ ഉമ്മാക്കോ പെങ്ങൾക്കോ ഒന്ന് നിസ്കരിക്കാൻ പോലും അനുവാദം കൊടുക്കാതെ സ്ത്രീകൾ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും കുഴപ്പത്തിനൊരുങ്ങുന്ന ആളുകളുണ്ട്. സാന്ദർഭികമായി ആ സങ്കടം പറഞ്ഞു എന്ന് മാത്രം. പ്രിയമുള്ളവരെ, നമുക്ക് ചെയ്യാവുന്ന ആ പ്രാർത്ഥന അതും നിർവഹിച്ചു കഴിഞ്ഞ് നമ്മൾ ഖബർസ്ഥാനിലേക്ക് എടുക്കുമ്പോൾ ഒരുപാട് ആളുകളൊക്കെ കൂടുണ്ട്. പക്ഷേ എല്ലാവരും പിരിഞ്ഞു പോരുകയാണ്. ഒന്നാമത്തെ ദിവസം ആരംഭിക്കുകയാണ്. എനിക്കോ നിങ്ങൾക്കോ പരിചയമില്ലാത്ത ഒന്നാമത്തെ രാത്രി, ഒന്നാമത്തെ ദിവസം അവിടെ ആരംഭിക്കുകയാണ്. എല്ലാവരും പിരിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ ആർക്കും തോന്നിയില്ല എൻ്റെ പൊന്നുപ്പ ഒറ്റക്കല്ലേ, ഞാൻ കൂടെ കിടക്കട്ടെ. എൻ്റെ പൊന്നു ഭാര്യയല്ലേ ഖബറിൽ കിടക്കുന്നത്, ഞാൻ കൂടെ കിടക്കട്ടെ. ഒരു ഭർത്താവിനും തോന്നുന്നില്ല. എല്ലാവരും പോന്നു. ആ അവസരത്തിലതാ നമുക്ക് നമ്മുടെ ഖബറിൽ നമ്മുടെ അമല് മാത്രമാണ് തുണയുള്ളത്. അവിടെ ജനാസ മറമാടി കഴിയുമ്പോ അവിടെ ചുറ്റും കൂടിയിരിക്കുന്നവര് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു ജനാസ അടക്കം ചെയ്ത് കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂല് സഹാബിമാരോട് പറഞ്ഞു, ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങളുടെ ഈ സഹോദരന് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കൂ സഹാബിമാരെ. ഫഇന്നഹു ലാന യുസ്അലു, അദ്ദേഹം ഇതാ ചോദിക്കപ്പെടാൻ പോവുകയാണ്. അതേ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, പോകുന്ന രാജ്യത്ത് ഒരു പരീക്ഷ വരാനുണ്ട്.
മെയിൻ പരീക്ഷയ്ക്ക് മുമ്പേ മറ്റൊരു ഇന്റർവ്യൂ അഭിമുഖീകരിക്കാനുണ്ട്, ചില ചോദ്യങ്ങൾ വരാനുണ്ട്. അതാണ് ഖബർ എന്ന് പറയുന്ന ഭവനം. അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആഖിറത്തിലേക്കുള്ള നീണ്ട യാത്രയിൽ ഒന്നാമതായി ഇറങ്ങിക്കിടക്കാനുള്ള ഒന്നാമത്തെ ഭവനമായ ഖബർ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കാണുമ്പോൾ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. എന്തേ മഹാനവറുകൾ ഇങ്ങനെ കരയാൻ കാരണമെന്ന് അന്വേഷിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഖബറാണ് ഒന്നാമത്തെ ഭവനം. അതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയൊക്കെ രക്ഷയാണ്, അതിൽ പരാജയപ്പെട്ടാൽ ബാക്കിയൊക്കെ പരാജയമാണ്. അപ്പോൾ രക്ഷാശിക്ഷകളുടെ മാനദണ്ഡം ഈ ഖബറാണ്. അത് കാണുമ്പോൾ എനിക്ക് സഹിക്കാനാവുന്നില്ലെന്ന്, സ്വർഗമുണ്ടെന്ന് സുവിശേഷം അറിയിക്കപ്പെട്ട മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞുവെങ്കിൽ ഉമ്മമാരെ ഉപ്പമാരെ നമുക്കങ്ങനെ ഒരു വേദന തോന്നിയിട്ടുണ്ടോ? ഖബറിൽ നമ്മൾ അങ്ങ് കിടക്കുമ്പോ ചുറ്റുഭാഗത്തുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുവേ സ്ഥൈര്യം കൊടുക്കണേ, മലക്കുകൾ ചോദിക്കുമ്പോ ഉത്തരം തോന്നിപ്പിക്കണേ അല്ലാ, ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ, പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ, പേടിയില്ലാതെ നിർഭയത്വം കൊടുക്കണേ അല്ലാ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. റഹ്മാനായ റബ്ബ് ഖബൂൽ ചെയ്തെങ്കിൽ ആ പരേതന്റെ ആത്മാവിനതൊക്കെ ശാന്തിയായി മാറും. ഇല്ലെങ്കിലോ നമ്മളൊക്കെ വേണ്ടി ആരൊക്കെ പ്രാർത്ഥിക്കാനുണ്ടായിട്ടെന്താ? ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കാൻ മാത്രം ഉപ്പമാരെ ഉമ്മമാരെ നമ്മളൊന്നും നല്ലവരല്ലെങ്കിൽ, നമ്മളൊക്കെ മോശപ്പെട്ടവരാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടാൻ പോലും നമുക്ക് യോഗ്യതയില്ലാത്ത അത്രയും വൃത്തികെട്ടവരായിട്ടാ മരിച്ചു പോകുന്നതെങ്കിൽ നമ്മുടെ ദുരന്തം എത്രയാണ്. ആ ഖബറിൽ പിന്നെ നമ്മൾ ഒറ്റക്കല്ലേ, എല്ലാവരും നമുക്ക് വേണ്ടി ദുആ ചെയ്ത് പിരിഞ്ഞുപോയി. ഉടനെയതാ മലക്കുകൾ വരവായി, ഇതുവരെ കണ്ടിട്ടില്ലാത്ത മലക്കുകൾ, മുൻകർ നകീർ എന്ന ഹദീസുകളിൽ പറഞ്ഞ മലക്കുകൾ. ആ മലക്കുകൾ വന്നിട്ട് നമ്മളെ എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ്. ചോദ്യം തുടങ്ങുകയാണ്. അതേ ഒന്നാമത്തെ ചോദ്യം തന്നെ, മൻ റബ്ബുക, നിന്റെ റബ്ബാരടോ, നിന്റെ ദീനേത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ചോദിക്കുകയാണ്. ഇയാളെ കുറിച്ച് നിനക്കെന്ത് പറയാനുണ്ട്? റസൂലുള്ളാഹിനെ കുറിച്ച് നിനക്കെന്തറിയാം എന്ന മൂന്നാമത്തെ ചോദ്യമുണ്ട്. റബ്ബിനെ കുറിച്ച് ചോദ്യമുണ്ട്, റസൂലിനെ കുറിച്ച് ചോദ്യമുണ്ട്. നമ്മൾ ചെറുപ്പം മുതൽ ഇന്ന് വരെ മരണം വരെ ജീവിച്ച് തീർച്ച ആദർശം എന്തായിരുന്നടോ? അതല്ലേ ദീന് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ആ ദീന് നന്നാക്കി തരണേ എന്നല്ലേ നമ്മൾ തേടിയിരുന്നത്. ആ ദീന് തെറ്റിപ്പോകല്ലേ എന്നല്ലേ തേടിയിരുന്നത്. ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബേ, സബ്ബിത്ത് ഖൽബി അലാ ദീനിക, നിന്റെ ദീനിൽ എൻ്റെ ഹൃദയത്തെ നീ ഏത് വസ്വാസ് ഉണ്ടാക്കുന്ന ആളുകൾ വന്ന് വസ്വാസ് ഉണ്ടാക്കിയാലും പൂർവീകരായ നബിതങ്ങളും സഹാബിമാരും താബിഈങ്ങളും ഒക്കെ പഠിപ്പിച്ച അതേ തൗഹീദിൽ, അതേ വിശ്വാസത്തിൽ, അതേ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ദുരാരോപണത്തിന്റെ പടയൊരുക്കമായി വന്നാലും റബ്ബേ തെറ്റിക്കല്ലേ എന്ന് പറഞ്ഞതിനേന ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് 17 തവണ നിർബന്ധമായും അങ്ങനെ പലതവണ ഇങ്ങനെ തേടി റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, നേർമാർഗത്തിലേക്ക് ആക്കിയതിന്റെ ശേഷം റബ്ബേ ഒരു ഫിത്നക്കാരുടെ ഫിത്നയും കേട്ടിട്ട് തെറ്റിപ്പോകല്ലേ റബ്ബേ, മനസ്സിനെ തെറ്റിക്കല്ലേ എന്ന് മനസ്സു നൊന്ത് തേടിയ ദീനെന്തോ ആ ദീനിനെ കുറിച്ച് ചോദ്യമുണ്ട്. ഈ 3 ചോദ്യങ്ങൾ പരമപ്രധാനമാണ്. ആ ചോദ്യം അങ്ങ് നടക്കും. പ്രിയമുള്ളവരെ, ഇതൊക്കെ ഏതെങ്കിലും കാലത്ത് നടക്കുന്നതല്ല. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഞാനോ, എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളിൽ ഒരുവനോ ഒരുത്തിയോ ഈ സെക്കൻഡിൽ അങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവേ, ഈമാനുള്ള മരണം നീ ഞങ്ങൾക്ക് വിധിക്കണമേ. ഇവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും മുഅ്മിനായി മരിപ്പിക്കണേ അല്ലാ. അതേ, നമ്മുടെ ബന്ധുക്കൾ പിന്നെ വെച്ച് താമസിപ്പിക്കില്ല, പേര് പോലും പോയില്ലേ
ആദ്യം തന്നെ നമുക്ക് നഷ്ടമായൊരു നമ്മുടെ അഡ്രസ്സാണ്. എവിടെ ഹുസൈനെ കുളിപ്പിച്ചോ എന്ന് ചോദിക്കില്ല, അബൂബക്കറിനെ കുളിപ്പിച്ചോ എന്ന് ചോദിക്കില്ല, ഉമറിനെ കഫൻ ചെയ്തോ എന്ന് ചോദിക്കില്ല, ഫാത്തിമയെ കബറടക്കിയോ എന്ന് ചോദിക്കില്ല, ഖദീജയെ കുളിപ്പിച്ചോ എന്ന് ചോദിക്കില്ല. ചോദ്യം മുഴുവനും പിന്നെ ബന്ധുക്കൾ അടക്കം പറയുന്നത് എപ്പോഴാ മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുന്നത്, എപ്പോഴാ മയ്യത്ത് കഫൻ ചെയ്യുന്നത്, എപ്പോഴാ ജനാസ പള്ളിയിലേക്ക് എടുക്കുന്നത്, എപ്പോഴാ ജനാസയുടെ പേരിൽ നിസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്, എപ്പോഴാ ഖബറിലെ 6 അടി മണ്ണിലേക്ക് താഴ്ത്തി വെക്കുന്നത്. പേര് പോലും പോയില്ലേ പ്രിയമുള്ളവരെ. എന്നിട്ടാണോ ഈ വാശിയുമായി നടക്കുന്നത്? ആരെയൊക്കെയാ തെറി പറയുന്നത്, ആരെയൊക്കെയാ കാഫിറാക്കുന്നത്, ആരെയൊക്കെയാ മുശ്രിക്കാക്കുന്നത്, ആരെയൊക്കെയാ പല പേരുകളിലും വിളിച്ച് ആക്ഷേപിക്കുന്നത്. ഇതിന് പ്രോത്സാഹനം നൽകുന്ന ആരും നമ്മുടെ കൂടെ ഖബറിൽ വക്കാലത്ത് ഏറ്റെടുക്കില്ല. പറഞ്ഞ നമ്മുടെ തന്നെ ജീവിതം അത് ഖബറിൽ ഒതുങ്ങുകയാണ്. പ്രോത്സാഹിപ്പിച്ച നേതാക്കളില്ല, പറഞ്ഞോ ഇനിയും വിളിക്കും എന്ന് പറഞ്ഞ് വിളിപ്പിച്ച പ്രഭാഷകരില്ല, ആരും കൂടെയില്ല, പുറത്താക്കിയവരില്ല, അകത്താക്കിയവരില്ല, സംരക്ഷണം കൊടുത്തവരില്ല, സംരക്ഷണം വേണ്ടെന്ന് വെച്ചവരില്ല, തെറ്റിപ്പോയവരില്ല, ആരുമില്ല, ഒരാളുമില്ല. വഹീദൻ ഫരീദൻ ഫിൽ മഖാബിരി സാവിയാ, ഏകനായിക്കൊണ്ട് ആ കുഴിമാടത്തിൽ കിടക്കുമ്പോ ചോദ്യം ചോദിക്കാൻ മലക്കുകൾ വരുന്നു. അപ്പോഴേക്കോ നമ്മുടെ കുടുംബങ്ങളതാ, ഒരു ഭാര്യയാണെങ്കിൽ ഒരു 4 മാസവും 10 ദിവസവും വിധവക്ക് ദുഃഖാചരണമുണ്ട്. നമ്മുടെ മക്കളും മറ്റുള്ള കുടുംബങ്ങളുമൊക്കെ ഏറിയാൽ 3 ദിവസം. ഇനി ബന്ധപ്പെട്ട ബന്ധുക്കൾ ചിലപ്പോൾ ഒരു 4 മാസം, 1 കൊല്ലം. എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നു, എൻ്റെ ഉമ്മയെ കുറിച്ച് പറയും, ഭാര്യയെ കുറിച്ച് പറയും, ഭർത്താവിനെ കുറിച്ച് പറയും, പലരെ കുറിച്ച് പറയും, എൻ്റെ ആങ്ങള, എൻ്റെ പെങ്ങള് എന്നൊക്കെ പറയും. പക്ഷേ അപ്പോഴേക്കും നമ്മൾ ഖബറിലങ്ങ് അലിഞ്ഞുപോയി. അപ്പോഴേക്കതാ നമുക്കാരാ ഉള്ളത്, നമുക്കെന്താ ഉള്ളത്? പല മരണ വീടുകളിലും ഏങ്ങലടിച്ച് കരയുമ്പോ പലരും പറയും, ആ പാവപ്പെട്ട കുട്ടികൾ അനാഥരായില്ലേ, ആ പൊന്നുമോള് അനവിധവയായില്ലേ, ആ കുട്ടികൾക്കിനി ആരാ ഉള്ളത്, ആ ഭാര്യക്കിനി ആരാ ഉള്ളത്, ആ മക്കൾക്കിനി ആരാ ഉള്ളത് എന്നൊക്കെ പറയുമ്പോ പ്രിയമുള്ളവരെ, ആരെങ്കിലും പറയാറുണ്ടോ ആ പോയ വ്യക്തിയുടെ കാര്യം ഇനി എന്താണ്? അദ്ദേഹത്തിന്റെ ജനാസയതാ പോയില്ലേ, ആരാണിനി അദ്ദേഹത്തിന് കൂട്ടിനുള്ളത്? മക്കൾ ഇവിടെ ഒരുപക്ഷെ ബാപ്പയുള്ള കാലത്തേക്കാൾ കൂടുതൽ സുഖമായി ആളുകൾ നോക്കും, ആളുകൾ അനാഥ കുട്ടികൾ എന്ന നിലക്ക് കൂടുതൽ സംരക്ഷണം കൊടുക്കും. ബാപ്പ ജീവിച്ചിരിക്കുമ്പോ കിട്ടാത്ത സുഖങ്ങൾ ഒരുപക്ഷെ ബാപ്പയുടെ മരണശേഷം അനാഥ മക്കൾക്ക് കിട്ടും. വിധവയായ പെണ്ണ് ചെറുപ്പക്കാരിയാണെങ്കിൽ ഒരുപക്ഷെ അധികം വൈകാതെ മറ്റൊരു പുതിയ പിളയുമായി കിടക്ക പങ്കിടും. അതുപോലെ തന്നെ ഭർത്താവാണെങ്കിൽ അയാൾ മറ്റൊരു ഭാര്യയുമായി കിടക്ക പങ്കിടും. അതുപോലെ തന്നെ ആങ്ങളയും പക്കളുമൊക്കെ അതേ പല സ്നേഹങ്ങളുമൊക്കെ ആയിരുന്നുവെങ്കിലും പോയില്ലേ. പിന്നെ അവരുടെ ചിന്ത എന്താണ്? അവരുടെ ലോകത്തേക്ക് കളിയും ചിരിയും തമാശയും യാത്രയും കല്യാണവും മാമാങ്കവും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ടങ്ങനെ പോകുമ്പോഴും നമ്മൾ നമ്മുടെ ഖബറിൽ നമ്മുടെ അമലുമായി തനിച്ചാണ്. പണമുണ്ടാക്കിയിട്ടുണ്ട്, പലിശയിലൂടെ പണം വാങ്ങിയിട്ടുണ്ട്, സകാത്ത് കൊടുക്കാതെ പെണ്ണുങ്ങൾ ആഭരണത്തെ കെട്ടിത്താങ്ങി കൊണ്ട് നടന്നിട്ടുണ്ട്. ബാപ്പ തന്ന 100 പവനും 200 പവനും ബാങ്ക് ലോക്കറിൽ വെച്ചിട്ടുണ്ട്, അരയിൽ അണിഞ്ഞിരുന്നു, കൈകളിൽ അണിഞ്ഞിരുന്നു. കല്യാണത്തിന് ഇന്നൊരു പെണ്ണിറങ്ങുമ്പോ ആ പെണ്ണെങ്ങനെയൊക്കെയായി ഇറങ്ങുന്നത്? അന്യപുരുഷന്റെ മുമ്പിൽ തന്റെ ശരീരത്തിന്റെ ഭംഗി വെളിവാക്കിക്കൊണ്ട് അതുവരെ തലമറച്ചിരുന്ന പെണ്ണിന് പിന്നെ തലമറക്കാൻ മടിയാണ്. അവൾ മുല്ലപ്പൂ കൊണ്ട് തലയിൽ ഒരു ആനങ്കരമാണ്, ഒരലങ്കാരമാണ്. ശരീരം മുഴുവനും അവൾ സ്വർണത്തിന്റെ വളകളാണ്. അതുപോലെ തന്നെ ഉള്ളിലുള്ളതെല്ലാം പുറമേക്ക് പ്രകടമാകുന്ന വളരെ നൈലോൺ ഡ്രസ്സിലാണ് അവൾ ഒരുങ്ങിയിട്ടുള്ളത്. ചുണ്ട് ചമപ്പിച്ചിട്ടുണ്ട്, കവിൾ റൂഷ് പൂശിയിട്ടുണ്ട്. അവളുടെ മിഴികളിൽ ഇണകളിൽ അവൾ എല്ലാ അർത്ഥത്തിലുമുള്ള അലങ്കാരങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. ലക്ഷങ്ങൾ വില വരുന്ന ഒരൊറ്റ മണിക്കൂറിന് വേണ്ടി മാത്രം ഉടുത്തൊരുങ്ങാനുള്ള പിന്നെ ഒരു കാലത്തും ആ പെണ്ണ് തന്റെ ബോഡി
ബോഡിയിൽ ചുറ്റിപ്പൊതിയാൻ തയ്യാറാകാത്ത 10,000 വില വരുന്ന മണവാട്ടിയുടെ ഡ്രസ് ഉടുത്തിട്ടുണ്ട്. എന്നിട്ട് അവളും അതാ അന്യപുരുഷന്മാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അതേ വിവാഹത്തിന്റെ അന്ന് ആ ഓഡിറ്റോറിയത്തിലെ എല്ലാവർക്കും കാണാവുന്ന സ്റ്റേജിന്റെ മുകളിലേക്ക് അങ്ങേറിയിട്ട് അലങ്കരിച്ച കസേരയിൽ സോഫയിൽ പുതുമളവാട്ടനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ചിത്രം പകർത്താൻ വീഡിയോക്കാരുണ്ട്, ഫോട്ടോഗ്രാഫർമാരുണ്ട്. ഫോട്ടോഗ്രാഫറുടെ താല്പര്യത്തിനനുസരിച്ച് ചാഞ്ഞും ചെരിഞ്ഞും ഒളികണ്ണിട്ടും കണ്ണിറുക്കിയും നിന്നുകൊടുക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അതേ പ്രദർശിപ്പിച്ച ബോഡിയൊക്കെ ഖബറിൽ അലിഞ്ഞു പോവുകയാണ് പെങ്ങളെ. ഇതിനെ എതിർത്തിരുന്ന ആളുകളോട് പുച്ഛമല്ലേ എന്ന് തോന്നിയിരുന്നത്. അതിന് പ്രോത്സാഹിപ്പിച്ച കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു, നാട്ടുമൂപ്പന്മാരുണ്ടായിരുന്നു, കൂടെ പഠിച്ചവരുണ്ടായിരുന്നു, അയൽക്കാരുണ്ടായിരുന്നു, ഒപ്പം പഠിച്ചവരുണ്ടായിരുന്നു. പക്ഷേ ഖബറിലെത്തിയപ്പോ ഇതൊക്കെ മുട്ട പൊട്ടി ഒലിച്ച് അഴുകുന്നത് പോലെ 3-ാം നാൾ ഈ 2 കണ്ണിന്റെ കവിൾത്തടത്തിലേക്ക് മുട്ട പൊട്ടി ഒലിക്കുന്നത് പോലെ 2 കണ്ണുകൾ അങ്ങ് പൊട്ടി ഒഴുകാൻ തുടങ്ങുന്നു. കാൽത്തൊട ചീർത്ത് പൊട്ടുകയാണ്, വയറ് പൊട്ടി ഖബർ നിറയുകയാണ്, പുഴുക്കൾ അരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലുമുള്ള സംവിധാനങ്ങൾ അവിടെ രേഖയാണ്, അവിടെ റെഡിയാണ്, തയ്യാറാണ്. അതിൻ്റെ ഇടയിൽ ഈ മലക്കുകളുടെ ചോദ്യം തുടക്കത്തിലേ അങ്ങ് കഴിയുമ്പോ നമ്മളങ്ങനെ ആലോചിക്കുന്നുണ്ടോ ആ ചോദ്യത്തിന്റെ ഘട്ടത്തിൽ എന്താ നടക്കുന്നത്? അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ചവർക്ക് മറുപടി പറയാൻ കഴിയും. അള്ളാഹു റബ്ബി, എന്റെ റബ്ബ് അള്ളയാണെന്ന് മണിമണിയായി ഉത്തരം പറയും. ആരടോ നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോ മുഅ്മിനാണെങ്കിൽ അവൻ സന്തോഷത്തോടെ പറയും അല്ലാഹു റബ്ബി, അല്ല എൻ്റെ റബ്ബാണ്, എൻ്റെ റബ്ബാണ്, എൻ്റെ റബ്ബാണ്. അടുത്ത ചോദ്യം ദീനിനെ കുറിച്ചാണ്. എൻ്റെ ദീന് ഇസ്ലാമാണ്. മുസ്ലിമായി അങ്ങനെ തന്നെ വാചകത്തിൽ പറഞ്ഞതല്ല. നിന്റെ മതമേതെന്ന് കോളത്തിൽ ചോദിച്ചപ്പോൾ പൂരിപ്പിക്കാൻ വേണ്ടി മാത്രം റിലീജിയൻ കോളത്തിൽ ഇസ്ലാം മുസ്ലിം മാപ്പിള എന്ന് എഴുതിയവനല്ല. അങ്ങനെ തന്നെ ജീവിച്ചു മരിച്ചു പോയവനാണെങ്കിൽ അവനും പറയും ദീനിയൽ ഇസ്ലാം, അൽ ഇസ്ലാമു ദീനി, എൻ്റെ മതം ഇസ്ലാമാണ് എന്ന് പറയുകയാണ്. അതേ നബി തങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ചോദ്യം വരുന്ന നേരത്ത് ആ സമയത്ത് മുഅ്മിനായ മനുഷ്യൻ പറയാണ് ഹുവ മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. നമ്മളെ റസൂലുള്ളാഹിനെ കുറിച്ച് ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ ഉമ്മ ഉപ്പ പെങ്ങളെ നമുക്ക് പറയാൻ പറ്റണം. അള്ളാന്റെ റസൂലിനെ കുറിച്ചുള്ള ചോദ്യത്തിന് എന്താ പറയുന്നത്? ഹുവ മുഹമ്മദുൻ. നബി തങ്ങൾ പറയാണ് ഹുവ മുഹമ്മദുൻ, ഹുവ മുഹമ്മദുൻ, ഹുവ മുഹമ്മദ്. 3 തവണ നമ്മൾ പറയും റസൂലുള്ളാഹ്. അള്ളാന്റെ റസൂലായ മുഹമ്മദ് നബിയാണ്, റസൂലുള്ളാഹിയായ മുഹമ്മദാണ്, റസൂലുള്ളാഹിയായ മുഹമ്മദാണ്. ഇനി കേട്ടോ, അടുത്ത വാചകം ശ്രദ്ധിച്ചോ. തുടർന്നുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന മറുപടി ഏതാണ്? ആ റസൂലുള്ളാഹ് ഏതാണ്? ഈ മുഹമ്മദ് നബി ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ, ഞങ്ങൾക്ക് സന്മാർഗം പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങളിലേക്ക് വന്ന നബിയാണ്. സത്യാസത്യ വിവേചനത്തിന്റെ വ്യക്തമായ തെളിവുകളും പ്രമാണങ്ങളുമായി കൊണ്ട് ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ വന്ന നബിയാണ്. വൽഹുദാ, സന്മാർഗത്തിന്റെ പാഠങ്ങളുമായി ഞങ്ങളിലേക്ക് വന്ന നബിയാണ്. അങ്ങനെ വന്നപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളുടെ നബി ഞങ്ങളോട് പലതും പറഞ്ഞിരുന്നു. പരിശുദ്ധ ഖുർആൻ ഓതി തന്നു. ആ ആയത്തുകൾക്ക് വ്യാഖ്യാനമായിട്ടും അല്ലാതെയുമൊക്കെ ധാരാളം ഹദീസുകളും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരുന്നു. അതൊക്കെ കിട്ടിയപ്പോ, അതൊക്കെ വന്നപ്പോ ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഇനി ബുഖാരിയിലായാലും മുസ്ലിമിലായാലും ഏത് ഹദീസായാലും ശരി, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, ഇത് ഖുർആനെതിരാവോ അല്ലേ എന്നൊക്കെയൊന്ന് മീറ്റിംഗ് കൂടി തീരുമാനിക്കട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അള്ളാന്റെ റസൂല് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു എന്ന് സഹീഹായി വന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതല്ലേ ബയ്യിനാത്ത്, അതല്ലേ ഹുദാ എന്ന് പറഞ്ഞത്. ആ മാർഗദർശനങ്ങളൊക്കെ ഞങ്ങൾക്ക് വന്നു കിട്ടിയപ്പോ ഫഅജബ്നാ,
ഞങ്ങൾ ആ നബിക്ക് ഉത്തരം കൊടുത്തവരാണ്, ഞങ്ങൾ ആ നബിയിൽ വിശ്വസിച്ചവരാണ്. വത്തബഅനാ, ഞങ്ങളത് പിൻപറ്റി ജീവിച്ചവരാണ്. ഞങ്ങളൊരു ഹദീസിനെയും സ്വഹീഹായ ഒരൊറ്റ ഹദീസുകളെയും ഞങ്ങൾ അവഗണിച്ചിട്ടില്ല, ഞങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ല. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിക്ക്. ഒരു ഗ്രൂപ്പ് വർത്തമാനമായി കാണരുതെന്ന അപേക്ഷ എനിക്കുണ്ട്, ഒരു കക്ഷി മാത്സര്യമായി കാണരുതെന്ന് എനിക്ക് അപേക്ഷയുണ്ട്. ഞാനും നിങ്ങളും മരിച്ച് ഖബറിൽ അക്കപ്പെട്ട് കഴിഞ്ഞ് അള്ളാന്റെ റസൂലിനെ കുറിച്ച് ചോദിക്കുമ്പോ ഹുവ മുഹമ്മദുർ റസൂലുള്ളാഹ് ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ ആമന്നാ ബിഹി ഫഅജബ്നാഹു വത്തബഅനാ എന്ന് മറുപടി പറയാൻ മാത്രം നമ്മുടെ വിശ്വാസം ക്ലിയർ ആണോ? ആലോചിക്കിൻ പ്രിയമുള്ളവരെ, ആലോചിക്കിൻ. ഗ്രൂപ്പിസം ചിന്തിക്കല്ലേ ഇതിലൊന്നും. നമുക്ക് മരിച്ചു പോണ്ടേ? ഖബറിലെത്തുമ്പോൾ ഈ ഗ്രൂപ്പും പാർട്ടിയും 3 പേരും 3 അക്ഷരവും 4 അക്ഷരവും ഒക്കെ അവിടെ ഉണ്ടോ? ആരെങ്കിലും നമ്മെ സഹായിക്കാനുണ്ടോ? ആരവിടെ ഉള്ളത്? അള്ളാന്റെ റസൂലല്ലേ പറയുന്നത്, അള്ളാന്റെ റസൂലല്ലേ പ്രിയമുള്ളവരെ പറയുന്നത്. ഉമ്മമാരെ ഒന്ന് ചിന്തിക്കും, എൻ്റെ പൊന്നുപ്പമാരൊന്ന് ആലോചിക്കും. എന്തിനാ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒന്നിനെയും നമ്മൾ നിഷേധിക്കാൻ പാടില്ല. ലോകത്ത് പലരും നിഷേധിക്കുന്നവരുണ്ട്. പല യുക്തിവാദികളും പലതിനെയും ഭാഗികമായി നിഷേധിക്കുന്നവരും പൂർണ്ണമായി നിഷേധിക്കുന്ന പൂർണ്ണ യുക്തിവാദികളും അതുപോലെ തന്നെ ഭാഗികമായി ഹദീസുകളെ തള്ളുന്ന മതയുക്തിവാദികളുമുണ്ട്. അതിലൊക്കെ പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. ഏതെങ്കിലും ഒരു കൂട്ടരെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് സത്യത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വകൂനൂ മഅസ്സാദിഖീൻ. അല്ലാഹനെ പേടിച്ച് ജീവിക്കൂ മുഅ്മിനീങ്ങളെ. സത്യസന്ധതയോടെ സത്യം പറയുന്നവരുടെ കൂടെ നിലനിൽക്കുവീൻ. അള്ളാന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിഷ്ടപ്രകാരം പറയുന്ന നേതാവല്ലല്ലോ നമ്മുടെ മുത്തു മുസ്തഫ. മറിച്ചു വമായംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ. അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ശക്തമായ അതേ ആ റബ്ബ് തന്റെ ജിബ്രീലിലൂടെ പഠിപ്പിച്ചു കൊടുത്ത് വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്ത ആശയങ്ങളല്ലേ മുത്ത് മുസ്തഫ നമുക്ക് പറഞ്ഞു തന്നത്. അതിൽ പൊളിയില്ല, അതിൽ തള്ളേണ്ടതില്ല. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതെന്ന് ഉറപ്പുള്ള ഒന്നിനെയും തള്ളല്ലേ. ആര് പറഞ്ഞാലും ഞങ്ങൾ തള്ളും എന്ന വാശി ദയവായി ഒഴിവാക്കണേ പ്രിയമുള്ളവരെ. എന്തിനു വേണ്ടി? ഈ ലോകത്ത് നമുക്കതൊക്കെ ഇനിയും പറയാം. ആരും പിടിച്ച് ജയിലിലിടുകയുമൊന്നുമില്ല. പക്ഷേ നമുക്ക് ചെന്ന് കിടക്കാനുള്ള ഖബറിലെത്തുമ്പോ അള്ളാന്റെ റസൂലിനെ കുറിച്ച് ചോദിക്കുമ്പോ നമുക്ക് പറയാൻ പറ്റണ്ടേ, ഹുവ മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂലായ നബിയാണിത്. ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ, ഞങ്ങൾക്ക് മാർഗദർശനവും തെളിവുകളുമായി വന്ന നബിയാണ്. ഞങ്ങൾ ആ നബിയിൽ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നവരാണ്. ആ നബി പറഞ്ഞതിന് ഉത്തരം കൊടുത്തവരാണ്. ആ നബിയുടെ കൽപ്പനകളെ പിൻപറ്റിയവരാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ ഇപ്പറയുന്നതിനൊന്ന് കാതോർക്കണേ പ്രിയമുള്ളവരെ. വാശിയും വൈരാഗ്യവും എവിടം വരെയാണ്? മരിച്ചാ പിന്നെ എല്ലാവരും ഒത്തുകൂടുന്നില്ലേ? അവിടെ പിന്നെ മുശ്രിക്കാ കാഫിറാന്നൊക്കെ ഇവൻ ജിന്നാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞവരും അതാ ഒരുമിച്ച് കൂടുകയാണ്. അപ്പ കണ്ട് സങ്കടം പറഞ്ഞിട്ടെന്താ? മരിക്കുന്നതിന്റെ മുമ്പൊന്ന് പോയിട്ട് പൊരുത്തപ്പെടിക്കാൻ മനസ്സ് വരുന്നില്ലല്ലോ. അതേ ദുരാരോപണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെറ്റായ കാര്യം പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഖബറിൽ ഒതുങ്ങുമ്പോ ആരുണ്ട് പിന്നെ നമ്മെ സഹായിക്കാൻ നമുക്കുള്ളത്? മക്കളെ പുറത്താക്കിയ ഉപ്പമാരെ ആരുണ്ട്? ഉമ്മമാരോട് ദേഷ്യം പിടിച്ച മക്കളെ പിന്നെ ആരുണ്ട്? അതേ ആരാ നമുക്ക് കൂട്ടിനുള്ളത്? മുത്തു മുസ്തഫയെ കുറിച്ച് ചോദിക്കുമ്പോ എനിക്കിത് ക്ലിയറായി ഖബറിലും പറയാൻ സാധിക്കുമെന്ന് മനസ്സിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ ഈ പറയുന്ന എനിക്കും ഈ ശബ്ദം ശ്രവിക്കുന്ന എത്ര പേർക്ക് സാധിക്കുമെന്ന് ഇന്ന് കിടന്നുറങ്ങുമ്പോ ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കാതെ ഉറങ്ങല്ല ഉമ്മ, ഉറക്കല്ല ഉപ്പ. മരണത്തിന്റെ നേരത്ത് ആരും ഉണ്ടാകില്ല. ആ നേരത്ത് നമ്മൾ വിലപിക്കും, റബ്ബിർജിഊൻ, ഒന്ന് മടക്കിത്തരാമോ? വാശിയും വൈരാഗ്യം ഒക്കെ അവിടെ തീർന്നു, വീണു. മരിക്കാൻ ഉറപ്പായി, മരിക്കാൻ ഉറപ്പായി, മരിക്കാൻ ഉറപ്പായി. പരലോകല്ല എന്ന് പറയണോനും ഉറപ്പായി. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം
വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ എത്തി അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹ് പറയാണ്, ആ മനുഷ്യനോട് നിങ്ങളെക്കാൾ അടുത്ത് ഞാനുണ്ട്. വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. നിങ്ങൾക്ക് കാണാൻ കഴിയൂല, ഞാനുണ്ട്, എൻ്റെ മലക്കുകളുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയൂല. പക്ഷേ അവരല്ലാഹ് ചോദിക്കുകയാണ്. നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന്റെ യുക്തിവാദത്തിന്റെ വക്താക്കൾ ഇന്നും പറയുന്നുണ്ട്, മുസ്ലിമീങ്ങളെ എന്ത് ഖുർആൻ, എന്ത് ഹദീസ്, ഇതൊക്കെ വെറുതെ കൊള്ളയാണ്. മരണത്തിന്റെ ശേഷം ഒരു ജീവിതമോ, അതൊക്കെ വെറുതെയാണടാ. അടിച്ചു പൊളിച്ച് ജീവിച്ചോ. വാട്സപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ബാറിലും സിനിമാ തിയേറ്ററിലും വേശ്യാലയത്തിലും താല്പര്യമുള്ളയിടത്തേക്ക് പോയിട്ട് മുന്തിരിച്ചാറ് പോലുള്ള ഈ ജീവിതം ആസ്വദിച്ചോ. മരണത്തോടെ എല്ലാം തീർന്നു എന്ന് പറയുന്നയാളോടും അല്ലാഹ് ചോദിക്കുകയാണ് അവരോട്, എടോ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന നേരത്ത് നീയല്ലേ പറഞ്ഞത് പരലോകമില്ലെന്ന്, മരണാനന്തരം വിചാരണയില്ലെന്നല്ലേ നീ പറയുന്നത്? എങ്കിൽ ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. വളരെ കൃത്യമായി പഠിച്ചു വെച്ചോ ഉമ്മമാരെ, ഉപ്പമാരെ. അല്ലാഹ് പറയാണ്, റൂഹ് ഇങ്ങനെ അവസാനത്തെ പോക്ക് പോവുകയാണ്. കൂട്ടുകാരൊക്കെ ചുറ്റുഭാഗത്തും കൂടി നിന്നിട്ടുണ്ട്. നിരീശ്വരവാദിയായിക്കോ, നിസ്കാരമൊക്കെ ഒഴിവാക്കടോ, ഖുർആനൊക്കെ കളവാനടോ, ഹദീസൊക്കെ തള്ളടോ, ഒന്നുമില്ല, വെറുതെയാണ്, എല്ലാം കളവാണെന്ന് പറഞ്ഞ കൂട്ടുകാരൊക്കെ അവിടെയുണ്ടല്ലോ. അല്ലാഹ് ചോദിക്കുകയാണ്, നിനക്ക് വല്ല കഴിവുമുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ആത്മാവിനെ ഒന്നിങ്ങോട്ട് മടക്കാൻ നിനക്ക് കഴിയുമോ? അള്ളാഹുടെ വെല്ലുവിളി, ആ പാവപ്പെട്ട എൻ്റെ വെല്ലുവിളിയല്ല. ഏതെങ്കിലും ചെറുപ്പക്കാരി അത്തരം ഗ്രൂപ്പുകളിൽ പെട്ടുപോയെങ്കിൽ ആലോചിച്ചോ. മരണത്തിന്റെ നേരത്ത് അല്ലാഹു തആല പറയാണ്, എടോ മരണാനന്തരം ഒന്നുമില്ല എന്നല്ലേ നീ പറയണത്, അപ്പൊ നിന്റെ കൺട്രോളിലാന്നല്ലേ കാര്യങ്ങളൊക്കെ, എങ്കിലൊന്നിട്ട് മടക്കടോ, ആ ആത്മാവിനെ ഒന്നും കിട്ട് മടക്ക്. എന്താ നിനക്ക് മടക്കാൻ കഴിയോ? ആ ആത്മാവിനെ ഒന്നും കിട്ട് മരിക്കല്ലേ, മരണത്തിന് ശേഷം ഒന്നുമില്ല, പോകല്ലേ എന്ന് പറഞ്ഞിട്ട് തിരിക്കാൻ പറ്റുമോ? തർജിഊനഹാ, ആ ആത്മാവിനെ ഒന്നിങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാത്തതെന്ത്? നിങ്ങൾ വലിയ അഹങ്കാരികളല്ലേ. ഇൻകുന്തു സാദിഖീൻ, പറയുന്ന വാക്കിൽ വല്ല സത്യസന്ധത ഉണ്ടെങ്കിൽ അവന്റെ ജീവനെ തിരിച്ചു കൊണ്ടുപോവാ. അപ്പൊ നിന്റെ കൺട്രോളിലല്ലേ, നിന്റെ കൺട്രോൾ അവസാനിച്ചു അല്ലേ? എങ്കിൽ അതേ കൺട്രോൾ ആരുടെ കയ്യിലാണോ അവന്റെ ലോകത്തേക്കായി പോകുന്നത്. അങ്ങനെ പോകുമ്പോ മൂന്നാലൊരു കാര്യം അവിടെ നടക്കും. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹുൻ വറൈഹാനും വജന്നത്തു നഈം. മുഖറബീങ്ങളായ അല്ലാഹുവിനോട് ഏറ്റവും അടുപ്പുള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണെങ്കിൽ സ്വർഗീയമായ ആനന്ദത്തിലേക്ക് അവൻ പോകുന്നത്. വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ. ഏറ്റവും നല്ല കാഴ്ചയിലേക്ക് അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച ആ വലത് കൈകളിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന നല്ലവരായി ജീവിച്ചവരായ ആ കൂട്ടം ആളുകള്, അവർക്കും രക്ഷയാണ് അവിടെ കിട്ടുന്നത്. ഇതൊന്നുമില്ല, ഇതൊക്കെ നുണയാണ്, മരണാനന്തരം ജീവിതമല്ല, ഖബറുമില്ല, ഖബർ ശിക്ഷയില്ല, പരലോകമല്ല, സ്വർഗമല്ല, നരകമല്ല എന്നൊക്കെ പറയുന്നവനാണെങ്കിലോ, അവനെ കാത്തിരിക്കുന്നത് ഫനുസുലും മിൻ ഹമീം, ചുട്ടു തിളക്കുന്ന അത്യുഷ്ണമായ ജലമാണവന് ആദ്യമായി കുടിക്കാൻ കൊടുക്കുന്ന വെൽക്കം ഡ്രിങ്ക്. നുസുൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നുസുൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരാൾ വിരുന്നിന് വിളിച്ചാൽ വിരുന്നുകാരന് കൊടുക്കുന്ന ആദ്യത്തെ ഫുഡാണ്, ആദ്യത്തെ കുടിക്കാൻ കൊടുക്കുന്ന പാനീയം. ഫനുസുലും മിൻ ഹമീം, അതങ്ങ് മുഖത്തേക്കാക്കുമ്പോഴേക്ക് തന്നെ അവന്റെ മുഖത്തുള്ള തൊലികൾ അതിലേക്ക് ഉടന്ന് വീഴുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വതസ്ലിയതു ജഹീം, കത്തിയാളുന്ന നരകത്തിയിലാണ് അവന് കിടന്നെരിയാനുള്ളത്. എന്നിട്ടല്ല ഓർമ്മപ്പെടുത്താണ്, കളിയാക്കല്ലേ. ഇത് കേട്ടിട്ടും നാളെ ഫേസ്ബുക്കിൽ ഒരു പക്ഷേ മൗലവി ഇങ്ങനെ പ്രസംഗിച്ചതൊക്കെ നടക്കുമത്രേ, ഹൂയ് എന്ന് പറഞ്ഞ് കളിയാക്കും. പക്ഷേ അല്ലാഹ് പറയാണ്, ഇന്ന ഹാദാ ലഹുവ ഹഖ്ഖുൽ യഖീൻ, ലഹുവ ഹഖ്ഖുൽ യഖീൻ, ഉറപ്പായിട്ടും നടക്കുന്ന സത്യമാണിത് കേട്ടോ, നിഷേധിക്കല്ലേ, നിഷേധിക്കല്ലേ എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, മരണനേരത്ത്
ഒന്ന് പിന്തിച്ച് തരുമോ എന്ന് പറയുന്നുണ്ട്. ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തോളാന്ന് പറയുന്നുണ്ട്. സ്വതക്ക കൊടുത്തിട്ടില്ല മോള്, ഇതുവരെ ബാപ്പ തന്ന സ്ത്രീധനത്തിന്റെ കണക്ക് അവിടെ വാങ്ങി വെച്ചിട്ട് ഇന്ന് വരെ പൊന്നിന് സക്കാത്ത് കൊടുത്തിട്ടില്ല, ബാങ്ക് ബാലൻസിന് സക്കാത്ത് കൊടുത്തിട്ടില്ല, റബ്ബറിന് സക്കാത്ത് കൊടുത്തിട്ടില്ല, സമ്പത്തിന് സക്കാത്ത് കൊടുത്തിട്ടില്ല. സക്കാത്തുകളൊക്കെ കൂട്ടിവെച്ചിട്ടുണ്ട്. സ്വതക്കയുടെ പുണ്യം മനസ്സിലാകുന്നത് മരണനേരത്ത് തന്നെ തുടങ്ങുകയാണ്. സ്വതക്കക്ക് എത്ര പുണ്യ, സ്വതക്ക കൊടുത്തില്ലെങ്കിലുള്ള നഷ്ടം എത്രയാണെന്ന് മരണനേരത്തെ ബോധ്യമായി. അതുകൊണ്ട് മരണത്തിൽ നിന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടി തേടുമ്പോ ആദ്യം തന്നെ അള്ളാനോട് പറയുന്ന കരാർ എന്താണ്? റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. ഒന്ന് പിന്തിച്ചു തരുമോ, ഒന്ന് രക്ഷപ്പെടുത്തുമോ? കുട്ടികളെ കണ്ടിട്ടില്ല, ഭാര്യയെ കണ്ടിട്ടില്ല, മക്കളെ കണ്ടിട്ടില്ല, ഉപ്പാനെ കണ്ടിട്ടില്ല. പലതും പറയാനുണ്ടായിരുന്നു, വസിയത്ത് കൊടുക്കാനുണ്ടായിരുന്നു, പലതും ചെയ്തിട്ടില്ല. സൽക്കർമ്മങ്ങളൊന്നും ചെയ്തില്ല. അന്നൊക്കെ തർക്കവുമായിട്ട് നടന്നു. ദിക്റുകൾ ചൊല്ലിയില്ല, ദുആകൾ ചൊല്ലിയില്ല, നിത്യജീവിതത്തിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ചൊല്ലിയില്ല, പ്രഭാതത്തിലെ ദിക്റുകൾ ചൊല്ലിയില്ല, പ്രദോഷത്തിലെ ദിക്റുകൾ ചൊല്ലിയില്ല, നിസ്കരിച്ചില്ല, നോമ്പ് നോറ്റില്ല, സക്കാത്ത് കൊടുത്തില്ല, ഹജ്ജ് ചെയ്തില്ല, സൽക്കർമ്മങ്ങളൊന്നും ചെയ്തില്ല. ഒക്കത്തിനും തർക്കവുമായി നടന്നു, ഒക്കെ നിഷേധവുമായി നടന്നു, പരിഹസിച്ച് നടന്നു. ഇപ്പൊ ബോധ്യമാണ് ഇതൊക്കെ ശരിയാണെന്ന്. റബ്ബേ പിന്തിച്ചു തരുവോ? ഞാനിനി സ്വതക്ക കൊടുത്തോളാം, സക്കാത്ത് കൊടുത്തോളാം. വഅകും മിനസ് സാലിഹീൻ. സൽക്കർമ്മങ്ങൾ മുഴുവനും പ്രവർത്തിച്ചോളാ റബ്ബേ. റബ്ബിർജിഊൻ, ഒന്ന് മടക്കിത്തരാമോ റബ്ബേ? ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്തു. ചെയ്യാതെ ഒരുപാട് അമലുകൾ വിട്ടേച്ചു പോയി. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിരുന്നു നിത്യജീവിതത്തിൽ ദിക്റുകൾ ചൊല്ലണമെന്ന്. സാന്ദർഭികമായി ഞാൻ പറയട്ടെ ഉമ്മമാരെ, നിത്യജീവിതത്തിൽ രാവിലെ എഴുന്നേറ്റ് ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമുക്ക് എത്ര ദിക്റുകളാ ചൊല്ലാനുള്ളത്? കുടുംബത്തിലെ നായികമാരെ, നിങ്ങൾക്ക് മക്കളെ പഠിപ്പിക്കേണ്ട ബാധ്യതയുണ്ട്. ഉപ്പമാരെ, നിങ്ങൾക്കും ബാധ്യതയുണ്ട്. എല്ലാ ദിക്റുകളും ദുആകളും നബിതങ്ങൾ പഠിപ്പിച്ചു തന്നത് അർത്ഥം തെറ്റാതെ പഠിക്കണം, അതിൻ്റെ അക്ഷരങ്ങൾ തെറ്റാതെ ചൊല്ലാൻ അറിയണം, ആശയം പഠിക്കണം, അർത്ഥം പഠിക്കണം. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുകളുടെയെങ്കിലും അർത്ഥങ്ങൾ പഠിക്കണം, ആശയം പഠിക്കണം, കഴിയുന്നത്ര മനഃപ്പാഠമാക്കണം. അതേ, വിശുദ്ധ ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും മനഃപ്പാഠമാക്കുവാനും മുതിർന്നവർക്കും കുട്ടികൾക്കുമൊക്കെ ഇവിടെ പുളിക്കലിൽ തന്നെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം ഈ പുളിക്കലിൽ തന്നെയുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനമുണ്ട്, അത് മനഃപ്പാഠമാക്കുന്ന സ്ഥാപനമുണ്ട്, മതപരമായ വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കുന്ന സ്ഥാപനമുണ്ട്. തർക്കങ്ങളൊന്ന് അവസാനിപ്പിച്ചിട്ട് ഏതാണ് നേരിന്റെ വഴി എന്നൊന്ന് മനസ്സിലാക്കാൻ ഈ അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലേക്ക്, പീസ് റേഡിയോയിലൂടെ കേൾക്കുന്ന ഈ ശബ്ദങ്ങളിലേക്ക്, മദ്രസകളിലേക്ക് കുട്ടികളെ പറഞ്ഞേച്ച് പഠിപ്പിക്കുന്നതിലൂടെ, QHLS സംവിധാനങ്ങളിലൂടെ, CRE സംവിധാനങ്ങളിലൂടെ, പ്രോഫ്കോഡ് എന്ന് പറയുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ ഇസ്ലാമിന്റെ സുന്ദരമായ ധാർമ്മികതയുടെ ശാദ്വല തീരത്തേക്ക് കൊണ്ടുവരാൻ ഒരുപാട് വർഷങ്ങളായി നിമിത്തമായ മഹാസമ്മേളനം പെരിന്തൽമണ്ണയിൽ വരാൻ പോകുന്നു. അടുത്ത മാർച്ചിലെ 3 ദിവസങ്ങളിലായി. പ്രിയമുള്ളവരെ, എന്തെല്ലാം സംവിധാനങ്ങൾ നമുക്കുണ്ട്. ദഅവത്ത് നിന്നുപോയി എന്ന് വിലപിക്കേണ്ട ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ പൂർവീകർ ഇവിടെ ഉയർത്തിപ്പിടിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ആദർശം, തൗഹീദിന്റെയും സുന്നത്തിന്റെയും ആദർശം ഉയർത്തിപ്പിടിക്കുന്ന നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുടെ കൂട്ടായ്മ എന്നും ഇവിടെ സജീവമാണ്. അത് റേഡിയോയിലൂടെയുണ്ട്, വാമൊഴിയിലൂടെയുണ്ട്, വരമൊഴി ിലൂടെയുണ്ട്, നേർവഴിയിലൂടെയുണ്ട്, നേർപഥത്തിലൂടെയുണ്ട്, സർവ സംവിധാനങ്ങളിലൂടെയുമുണ്ട്. സംവാദങ്ങൾ നടക്കുന്നുണ്ട്, ഖണ്ഡനങ്ങൾ നടക്കുന്നുണ്ട്, ഉപദേശങ്ങൾ നടക്കുന്നുണ്ട്, സ്ക്വാഡ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, സ്ട്രീറ്റ് ദഅവകൾ നടക്കുന്നുണ്ട്. ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ശക്തമായി റബ്ബിന്റെ കാവലോടെ തൗഫീഖോടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചാലും റബ്ബേ, നീ അവർക്കൊക്കെ നല്ല മനസ്സ് തോന്നിപ്പിക്കുക. അല്ലാഹ്, ഞങ്ങളെ കൂടെ
കൂടെ പ്രവർത്തിച്ചവരാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ മറുപക്ഷത്തുള്ളവരാണ്, ഞങ്ങളെ തെറ്റിദ്ധരിച്ചവരാണ്. റബ്ബേ, ഹക്ക് നീ മനസ്സിലാക്കി കൊടുക്കണേ എന്ന് അവരേത് പാർട്ടിക്കാരാണെങ്കിലും, ഏതു വിഭാഗത്തിന്റെ ആളുകളാണെങ്കിലും, എത്ര പിഴച്ചവരാണെങ്കിലും, ഏത് നിരീശ്വരവാദികളാണെങ്കിലും അവർക്കെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടാണ് അല്ലാഹുവേ എല്ലാവർക്കും നന്മ വരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നവരല്ലേ സത്യവിശ്വാസികൾ. ആ പ്രാർത്ഥനയോടെ, നസീഹത്തോടെ, ഗുണോപദേശ മനസ്ഥിതിയോടെ ഈ രാജ്യത്തും എല്ലാ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലെ മുക്കുമൂലകളിൽ മുഴുവനും ഖുതുബകളിലൂടെ, പ്രസംഗങ്ങളിലൂടെ, ക്ലാസുകളിലൂടെ ഒക്കെ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ അൽഹംദുലില്ലാഹ് 26ഓളം വർഷമായി അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ ഷാർജ എന്ന് പറയുന്ന മണ്ണിൽ ദീനിന്റെ ഒരുപാട് കാര്യങ്ങളെ കഴിയാവുന്നത്ര പരിമിതമായ അറിവിൽ പഠിച്ചുകൊണ്ട് അവതരിപ്പിക്കുവാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞു, അന്ത്യയാത്രക്ക് വേണ്ടി ഒരുങ്ങുക എന്ന വിഷയം അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി 87 സീഡികളിലൂടെയായി 87 മണിക്കൂറായി ഷാർജയിൽ അവതരിപ്പിച്ചൊരു വിഷയം റബ്ബേ 2 മണിക്കൂറിൻ്റെ അകത്ത് ഞാൻ എങ്ങനെ അവതരിപ്പിക്കും എന്നൊരാശങ്ക എനിക്കുണ്ടായി. ഞാൻ എൻ്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നും നിങ്ങൾക്ക് യൂട്യൂബിൽ പരലോകം എന്ന വിഷയം അടിച്ചു നോക്കിയാൽ 87 പ്രഭാഷണങ്ങളും ക്രമപ്രകാരം നിങ്ങൾക്ക് കിട്ടും. അള്ളാന്റെ റസൂലിനെ കുറിച്ചുള്ള ചോദ്യം പരലോകത്തുണ്ടെന്ന് പറഞ്ഞില്ലേ? ഖബറിൽ റസൂലുള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന 49 പ്രഭാഷണങ്ങളുണ്ട്. ആദം അലൈഹിസ്സലാം മുതൽ മഹാന്മാരായ പ്രവാചകന്മാരെ മുഴുവനും പരിചയപ്പെടുത്തുന്ന പ്രഭാഷണങ്ങളുണ്ട്. കുടുംബജീവിതത്തെ സംബന്ധിച്ചുള്ള പ്രഭാഷണങ്ങളുണ്ട്. അതുപോലെ തന്നെ മുസ്ലിമിന്റെ ഒരു ദിവസം എങ്ങനെ ചെലവഴിക്കണം എന്ന 41ഓളം പ്രഭാഷണങ്ങളുണ്ട്. അതുപോലെ തന്നെ സുന്നത്ത്, ബിദ്അത്ത്, തൗഹീദ്, ആചാരങ്ങൾ, അനാചാരങ്ങൾ തുടങ്ങി ഒട്ടേറെ വിഷയങ്ങളിൽ റബ്ബിന്റെ തൗഫീഖോടുകൂടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു താൻപോരിമ പറയുകയല്ല. ഇതുപോലെയുള്ള നൂറുകണക്കിന് വിഷയങ്ങളിൽ നമ്മുടെ പ്രബോധകന്മാർ, രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആളുകൾ ഇന്നും പീസ് റേഡിയോയിലൂടെ അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളിലൂടെ ഒക്കെ എഴുതിയും പഠിപ്പിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് മനസ്സ് തുറന്ന് നിങ്ങളൊന്ന് ശ്രമിക്കണേ, അതേ പറയാൻ കഴിയൂ. സഹോദരങ്ങളെ, നമുക്ക് രക്ഷപ്പെടണം. അവിടെ പരലോകത്ത് ചോദിക്കുന്ന നേരത്ത് അവിടെ ഉത്തരം പറയാൻ സാധിക്കാതെ റബ്ബേ ദുനിയാവിലേക്കൊന്ന് പോകാൻ കഴിഞ്ഞെങ്കിൽ എന്ന ആലോചനക്ക് അവിടെ ഇടം പോലുമില്ലല്ലോ. നമ്മൾ നമ്മുടെ ഖബറിൽ അപ്പോഴേക്ക് ഇവിടെ കുടുംബത്തിൽ ചർച്ച തുടങ്ങി. ദൗൽ മീറാസി യഖ്തസിമൂന മാലി. എൻ്റെ കുടുംബങ്ങൾ എൻ്റെ മുതൽ ഓഹരി വെക്കേണ്ട തിരക്കിലാണ്. ബാപ്പയുണ്ടാക്കിയ മുതല്, അതേ ബാപ്പ സമ്പാദിച്ച മുതല് കുമ്പാത്തിലുമൊന്നും നോക്കിയിട്ടില്ല, മക്കൾക്ക് വേണ്ടി നോക്കിയതാണ്. സദഖ കൊടുത്തില്ല, ധർമ്മം കൊടുത്തില്ല, സംഭാവനകൾ ചോദിച്ചപ്പോൾ കൊടുത്തില്ല. എൻ്റെ പൊന്നുമക്കൾക്ക് കിട്ടുന്നത് കുറയുമെന്ന് വിചാരിച്ച് ബാലൻസ് ഇടയ്ക്കിടെ ഇങ്ങനെ ഖുർആൻ പറഞ്ഞതുപോലെ അവനിങ്ങനെ മാലം വഅദ്ദദ അതിങ്ങനെ എണ്ണിക്കണക്കാക്കി ഇത് തന്നെ എന്നും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന ചിന്തയോടെ പണം വാരിക്കൂട്ടിയതാണ്. പക്ഷേ ഖബറിലെത്തുമ്പോ നമ്മളറിയണം, നമ്മുടെ ഉണ്ടാക്കിയ സ്വത്തൊക്കെ ആരുടെ കയ്യിലാ? അത് അവരുടെ അവകാശികളായി പോയി. അവർ ഒരുപക്ഷെ കോടതി കയറുകയാണ് നമ്മുടെ മുതലോഹരി വെക്കാൻ. നമ്മൾ പള്ളിയെടുക്കാൻ കൊടുത്തില്ല, മദ്രസ ഉണ്ടാക്കാൻ കൊടുത്തില്ല, പാവങ്ങൾക്ക് വേണ്ടി സഹായിച്ചില്ല, ഒക്കെ കൂട്ടിവെച്ചു അങ്ങ് മരിച്ചു. പിന്നെ കൈയാളുന്ന മക്കൾക്ക് നമ്മ വല്ല ഓർമ്മയുമുണ്ടോ? ഇപ്പോഴെങ്കിലും വല്ല ഓർമ്മയും ഉണ്ടായെങ്കിലായി. റബ്ബിർഹംഹുമാ, പൊന്നുപ്പാക്ക് പൊറുത്തു കൊടുക്കണേ, പൊന്നുമ്മാക്ക് പൊറുത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ അവർക്കൊന്ന് മനസ്സ് വന്നെങ്കിൽ ആയി. അങ്ങനെ വല്ലവരും ചെയ്തേക്കുമോ? അതിന് മാത്രം നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയിട്ടുണ്ടോ? അവർക്കെല്ലാ വിദ്യാഭ്യാസവും കൊടുത്തു. പക്ഷേ നമ്മൾ മരിച്ച് നമ്മുടെ ഖബറിലെത്തിയാലും, നമ്മൾ ഹയാത്തോടെ ഇരിക്കുകയാണെങ്കിലും റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് മനസ്സറിഞ്ഞ് മനസ്സ് നൊന്തുകൊണ്ട് പറയുന്ന ഒരു പൊന്നുമോൻ, ഒരു പൊന്നുമോൾ നമുക്ക് ഈ ഭൂമിയിൽ ബാക്കിയുണ്ടോ? അങ്ങനെ ബാക്കിയിട്ടാണോ ഉപ്പമാരെ, ഉമ്മമാരെ നമ്മൾ മരിച്ചു പോവുക? ചിന്തിക്കണം. അതല്ലേ പിന്നെ ബാക്കിയുള്ളത്? എല്ലാം പോയില്ലേ? പിന്നെ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തെങ്കിൽ, അവരെ നമ്മൾ നല്ല നിലക്ക് വളർത്തിയിട്ടുണ്ടെങ്കിൽ, അവർ നമ്മുടെ ആ അധ്യാപനം കേട്ട് നമ്മുടെ തർബിയത്തിൽ വളർന്നവരാണെങ്കിൽ, അവരേത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും
നമ്മളാണത് പഠിപ്പിച്ചത് എന്ന കാരണത്താൽ അവരെന്ത് ചെയ്യുമ്പോഴും അവർക്കൊട്ടും കുറയാതെ ഒരു കൂലി നമുക്കും കിട്ടും. അതേ അവസരത്തിൽ അവരെ നമ്മൾ ഒന്നും പഠിപ്പിച്ചില്ല. മൊബൈൽ വാങ്ങിക്കൊടുത്തു, സംവിധാനങ്ങൾ കൊടുത്തു, വസ്ത്രം കൊടുത്തു, വീട് കൊടുത്തു, പഠിപ്പിച്ചു. പക്ഷേ അള്ളയാരെന്ന് പറഞ്ഞില്ല. ലുക്മാൻ എന്ന് പറയുന്ന മഹാനായ വ്യക്തി മക്കളെ വിളിച്ചുകൊണ്ട് ആദ്യം കൊടുക്കുന്ന ഉപദേശം എന്താണ്? ഖുർആനിൽ ഒരു അധ്യായം തന്നെയില്ലേ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, കുഞ്ഞുമോനെ ശിർക്ക് ചെയ്യല്ല മോനെ, ശിർക്ക് ചെയ്യല്ല മോനെ. ആ ബാപ്പയത് മോനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എത്ര രക്ഷിതാക്കളുണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ? ഇന്ന് വരെ നമ്മുടെ മക്കളെ വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞോ മോനെ ശിർക്ക് ചെയ്യല്ലേ? എന്താണ് ശിർക്കെന്ന് പഠിപ്പിച്ചു കൊടുത്തോ? ശിർക്കിന് വിരുദ്ധം തൗഹീദ്, തൗഹീദിന് വിരുദ്ധം ശിർക്ക് പകർന്നു കൊടുത്തുവോ? മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞു കൊടുത്തുവോ? അള്ളാനെ പേടിക്കണേ മോനെ, ഏത് ഇരുട്ടിന്റെ മറവിൽ നീ എന്ത് ചെയ്താലും ആരൊക്കെ കണ്ടില്ലെങ്കിലും അള്ള കൊണ്ടുവരും മോനെ എന്ന് പഠിപ്പിച്ചു കൊടുത്തോ? മോനെ നിസ്കാരം നിലനിർത്തണേ മോനെ, നല്ല കാര്യങ്ങൾക്ക് എൻ്റെ മോൻ എപ്പോഴും പിന്നാലെ കൂടണം, ചീത്തയോട് ഒട്ടി നിൽക്കല്ല മോനെ. ദഅവത്ത് നടത്തണേ മോനെ, പോസ്റ്റർ ഒട്ടിക്ക് മോനെ, ദഅവാസ്കോഡ് ഇറങ്ങുമ്പോ ഇറങ്ങിപ്പോയിക്കോ മോനെ, പീസ് റേഡിയോ ആളുകളെ കൊണ്ടൊന്ന് ഫീഡ് ചെയ്യിപ്പിക്ക് മോനെ. നല്ല നല്ല കാര്യങ്ങൾക്ക് എൻ്റെ മോൻ ഇറങ്ങിപ്പോയിക്കോ. നല്ലയിടത്ത് എൻ്റെ മോനെ ഉമ്മ കാണണം, നല്ലയിടത്തെ എൻ്റെ ഉപ്പാക്ക് എൻ്റെ മോനെ കാണാൻ പറ്റുകയുള്ളൂ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അത് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമോ? കൺകുളിർമ തരണം റബ്ബേ, ഭാര്യയില്ലെന്ന്, മക്കളില്ലെന്ന്, ഭർത്താവില്ലെന്ന്. എൻ്റെ മോൻ്റെ, എൻ്റെ ഭാര്യയുടെ, എൻ്റെ ഭർത്താവിൻ്റെ ഒരു പ്രവൃത്തി കണ്ടിട്ട് എനിക്ക് പൊട്ടിക്കരയാനാണോ യോഗമെങ്കിൽ എന്തൊരു കഷ്ടമാണ്. മറിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് അൽഹംദുലില്ലാഹ് എൻ്റെ മോൻ, എൻ്റെ മോൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് എന്ന് ആശ്വസിക്കാൻ എനിക്ക് കഴിയുന്നുവെങ്കിൽ ഞാൻ എന്തൊരു ഭാഗ്യവാനാണ്. അതെ, അതിന് നമുക്ക് കഴിയുമോ ഉപ്പമാരെ? അതിനാണ് വളർത്തേണ്ടത്, അതിനാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതല്ലാത്ത വിലാപങ്ങൾക്കൊന്നും കാര്യമുണ്ടാവില്ല. ഖബറിൽ മഹ്ശറിലെത്തിയാലും അങ്ങനെ തന്നെയാണ്. സിറാത്ത് എന്ന പാലത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകണ്ടേ? നരകത്തിന്റെ മീതെ അള്ളാഹു സംവിധാനിക്കുന്ന ഒരു പാലം തന്നെയാണത്. നിഷേധിക്കല്ലേ ഉമ്മമാരെ, ഉപ്പമാരെ, ഒരാളും അതിനെ യുക്തിവാദം പറഞ്ഞ് നിഷേധിക്കല്ലേ. ചില ആളുകളൊക്കെ പറയുന്നു നരകത്തിന്റെ മീതെ ഒരു പാലമോ, അതൊന്നും ഞങ്ങൾ അംഗീകരിക്കൂല, അങ്ങനെ ഒരു പാലമൊന്നുമില്ല എന്ന് പറയല്ലേ. സൽക്കർമ്മങ്ങൾ തൂക്കും എന്ന് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. ഒരു യുക്തിവാദിയും നിഷേധിക്കണ്ട. ഫഅമ്മാമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാളിയ വഅമ്മാമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. മീസാൻ എന്ന് പറയുന്ന തുലാസ് അതൊക്കെ വെറും വർത്തമാനമാണ്. എന്താ സൽക്കർമ്മങ്ങൾ തൂക്കാൻ ഇത് കൊപ്പരയാണോ എന്ന് ചോദിച്ചു പരിഹസിക്കല്ലേ പ്രിയമുള്ളവരെ. അവിടെ സൽക്കർമ്മങ്ങളും തൂക്കും, വിശ്വാസവും തൂക്കും, സൽക്കർമ്മം ചെയ്തവനെയും തൂക്കും. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണത്. സിറാത്തിലൂടെ മുന്നോട്ട് പോകും മോമിനീങ്ങൾ അതിശരവേഗതയിൽ കുതിച്ചുപായും. കാറ്റുപോലെ സ്വർഗത്തിലേക്ക് കുതിച്ചു പായുന്നവരുണ്ട്, മുട്ടിലൂടെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ട് എത്തുന്നവരുണ്ട്. സിറാത്തിൽ സംവിധാനിച്ചിട്ടുള്ള കൊടിലുകളും കൊളുത്തുകളും കൊണ്ട് വലിച്ച് നരകത്തിയിലേക്ക് താഴെ വീഴ്ത്തപ്പെടുന്നവരുണ്ട്. എനിക്ക് വിശദീകരിക്കാൻ നേരമില്ല, എല്ലാം ഹദീസുകളിലുള്ളതാണ്. നിഷേധിക്കല്ലേ പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതിൽ മുഴുവനും നമ്മൾ വിശ്വസിക്കണം. പലപ്പോഴും പലരും പറയാറുണ്ട് മുജാഹിദുകൾ ഇതൊക്കെ പറയാൻ തുടങ്ങി, മുജാഹിദുകൾക്ക് വേണ്ടി ഇതൊക്കെ എതിരായിരുന്നു. ഖബർ ശിക്ഷ ഇപ്പൊ അനുകൂലിക്ക, ഖബർ ശിക്ഷ ഉണ്ട് എന്നാ ഇപ്പൊ പറയുന്നത്. മരിച്ചാ പിന്നെ മീസാൻ ഉണ്ട് എന്നാണ്, സിറാത്ത് ഉണ്ട് എന്നാണ്. മരിച്ചവർക്ക് വേണ്ടി അതാ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, ഖബറിൽ നിന്നിട്ട് സിയാറത്ത് ചെയ്യണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ ഇപ്പോ മൗലവിമാര് പറയാൻ തുടങ്ങിയിട്ട്, പ്രത്യേകിച്ച് എന്നെ കുറിച്ച് ഹുസൈൻ സലഫി അതാ ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത്? മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. അദ്ദേഹം സുന്നിയായിരിക്കുന്നു. അത് പറയുന്ന ആളുകളോട് ഞാൻ പറയാണ്, അതേ അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഒറിജിനൽ സുന്നിയാണ് ഞങ്ങള്. അത് ഞങ്ങൾ പണ്ടും പറയുന്നു. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ ജനാസക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഖബറിൽ വെച്ചാലും പ്രാർത്ഥിക്കുന്നു, മയ്യത്ത് നിസ്കാരത്തിലൂടെ ആണും പെണ്ണുമൊക്കെ പ്രാർത്ഥിക്കുന്നു. പിന്നെയും അവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന കാലം അത്രയും തേടുന്നുണ്ട്. റബ്ബനഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാ റബ്ബനഗ്ഫിർ ലനാ
വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. മരിച്ചുപോയ എല്ലാ ആളുകളെയും അതിൽ പെടുത്തുകയാണ്. അത്തഹിയാത്തിൽ ഞങ്ങൾ പറയുന്നുണ്ട്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഞങ്ങൾക്ക് രക്ഷ തരണം, സർവ്വ സാലിഹീങ്ങൾക്കും രക്ഷ തരണം. അതിൽ ജീവിച്ചിരിക്കുന്ന സാലിഹീങ്ങളും പെട്ടു, മരണപ്പെട്ട സാലിഹീങ്ങളും പെട്ടു. എല്ലാവർക്കും വേണ്ടി 5 നേരം പ്രാർത്ഥിക്കുന്നവരാണ് മുജാഹിദുകൾ. പക്ഷേ എന്താണ് മുജാഹിദുകളുടെ ആശയം എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നവന്റെ സ്റ്റേജിൽ വെച്ച് പലരും കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് അവർ പണ്ടേ മനസ്സിലാക്കി, ഇവര് മന്ത്രത്തിനെതിരാണ്, ഇവര് ദിക്റുകൾക്കെതിരാണ്, ഇവര് ദുആ ചെയ്യുന്നതിനെതിരാണ്, ഇവര് ദിക്റുകൾക്ക് എതിരാണ്, ഇവര് അല്ലാഹുവിന്റെ റസൂലിനെ വളരെ മോശമായി കാണുന്നവരാണ്, സ്വലാത്ത് ചൊല്ലാത്തവരാണ്, ഖബറിൽ പോയി സിയാറത്ത് ചെയ്യാത്തവരാണ്, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്ന് പറയുന്നവരാണ് എന്നൊക്കെ പലരും കള്ളവാദങ്ങൾ സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ തട്ടിവിട്ടത് മാത്രമാണ് പലരും കേട്ടത്. അപ്പൊ പിന്നെ അവർ എപ്പോഴെങ്കിലും നമ്മുടെ ഒരു സീഡിയോ ഒരു പ്രസംഗമോ നേരിട്ടോ അല്ലാതെയോ കേൾക്കുമ്പോ പറയാൻ തുടങ്ങുകയാണ്, കണ്ടോ ഹുസൈൻ സലഫി മാറി, മുജാഹിദീങ്ങളൊക്കെ മാറി, ഇപ്പൊ ഞങ്ങളുടെ വഅദിന്റെ ഗുണം കണ്ടു എന്നൊക്കെ പറയുന്നവരോട് പറയുന്നു, ദയവായി നിങ്ങൾ ഞങ്ങളെ കുറിച്ചൊന്ന് പഠിക്കണേ. അത്രയേ പറയാനുള്ളൂ. മന്ത്രത്തെ എതിർക്കുന്നു എന്ന് പറയുന്നില്ലേ? മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയൊന്ന് മറിച്ചു നോക്ക്. എത്ര കൊല്ലമായി ആ പരിഭാഷ മുസ്ലിം കൈരളിക്ക് സമ്മാനമായി സംഭാവനയായി കിട്ടിയിട്ട്. സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനം നോക്ക്. അനുവദിക്കപ്പെട്ട മന്ത്രം ഏതാണ്, അനുവദിക്കപ്പെടാത്ത മന്ത്രം ഏതാണ്, അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്ക്. അതുപോലെ തന്നെ സിഹിറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? സിഹിർ വെറുതെയാണ്, സിഹിർ എന്ന് പറയുമ്പോഴേക്ക് ശിർക്കാണ്, അതൊക്കെ വെറുതെയാണ്, അതിന് യാഥാർത്ഥ്യമില്ല, അതുകൊണ്ട് ഒരു ഉപദ്രവവും ഒരാൾക്കും വരുത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, അല്ല സുഹൃത്തുക്കളെ, അതുകൊണ്ട് ചിലപ്പോൾ ഉപദ്രവമുണ്ടായേക്കും, അങ്ങനത്തെ ഇനങ്ങളും അതിലുണ്ട് എന്ന് പറയുമ്പോൾ പലരും പറയും, കണ്ടോ മുജാഹിദുകൾ ഇപ്പോ പഴയതൊക്കെ ഒഴിവാക്കി ഇപ്പൊ നമ്മളെ കൂട്ടത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ചിലരൊക്കെ പറയുമ്പോൾ അവരോട് നമുക്ക് പറയാനുള്ളത്, മറിച്ചു നോക്ക്. ഇവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചിട്ട് മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ പരിഭാഷ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എല്ലാ ആളുകളുടെയും വീടുകളിൽ അതുണ്ട്. നിങ്ങൾക്ക് അവരോട് ചോദിച്ചാൽ അത് കിട്ടും. മുസ്ലിയാക്കളെ, അനികളെ, എന്നിട്ടൊന്ന് വായിച്ചു നോക്ക്. സൂറത്തുൽ ബഖറയിലതാ അതേ സിഹിറിന്റെ വിഷയം പറയുന്നിടത്ത് മറിച്ചു നോക്ക്. സൂറത്തുൽ ഫലഖിൽ മറിച്ചു നോക്ക്. കണ്ണേറിനെ കുറിച്ച് പറയുന്നത് സൂറത്ത് യൂസുഫിന്റെ വ്യാഖ്യാനത്തിൽ നോക്ക്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എന്താണെങ്കിൽ അത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതും നബി തങ്ങൾ പഠിപ്പിച്ചതും നിഷേധിക്കുന്നവരല്ല മുജാഹിദുകൾ. ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ മുജാഹിദുകൾ ഇപ്പതൊക്കെ പറയാൻ തുടങ്ങിയതാണെന്ന്? അല്ല. അതേ എടുത്ത് മറിച്ചു നോക്ക്. എനിക്കതിപ്പോൾ വായിക്കാൻ നേരമില്ല. സിഹിറിന് വല്ല ഫലവും ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കായി കാഫിറായി എന്ന് തെറ്റിദ്ധരിച്ച വല്ലവരും ഉണ്ടെങ്കിൽ അവരോട് വളരെ വിനയത്തോടെ പറയുകയാണ്, പണ്ടേ മുജാഹിദ് പ്രസ്ഥാനവും അതിൻ്റെ എത്രയോ മുമ്പ് അള്ളാഹുവിൻ്റെ റസൂലും സഹാബികളും പൂർവസൂരികളായ പണ്ഡിതന്മാരും കെ എം മൗലവി മുതൽക്ക് ഇങ്ങോട്ടും കെ എം മൗലവിയുടെ ഫത്വകളിലും മുഹമ്മദ് അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന ഗ്രന്ഥത്തിലും വിശുദ്ധ ഖുർആൻ പരിഭാഷയിലുമൊക്കെ മന്ത്രത്തെക്കുറിച്ച്, കണ്ണേറിനെ കുറിച്ച്, സിഹിറിന്റെ ഹഖീഖത്തിനെ കുറിച്ച്, അതുകൊണ്ടുണ്ടാകാവുന്ന ഉപദ്രവങ്ങളെ കുറിച്ച്, അതിനെ നിഷേധിക്കുന്നത് ആരുടെ സ്വഭാവമാണ് എന്നതിനെ കുറിച്ചൊക്കെ വിശദീകരിച്ചതൊന്ന് എടുത്തു മറിച്ചു നോക്കൂ പ്രിയമുള്ളവരെ. തർക്കത്തിന് പരിഹാരമുണ്ടാകും. അള്ളാഹു അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ച് തലമുറകളായി പ്രമാണങ്ങളിലൂടെ കൈമാറി കിട്ടിയ ഒന്നിനെയും നിഷേധിക്കാൻ ഇന്ന് വരെ മുജാഹിദുകൾ തയ്യാറായിട്ടില്ല, ഇനിയും തയ്യാറാവുകയുമില്ല. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചുവെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ അംഗീകരിക്കാൻ തുടങ്ങിയല്ലേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വല്ല മുസ്ലിയാക്കന്മാരോ മറ്റു വല്ലവരോ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ വളരെ വിനയത്തോടെ പറയുന്നു, എന്താണ് മുജാഹിദുകൾ പണ്ടേ പഠിപ്പിച്ചത്, ഇപ്പോഴും പഠിപ്പിക്കുന്നത്, ഇനിയും പഠിപ്പിക്കാനുള്ളത് എന്ന് കൃത്യമായി ഒന്ന് മനസ്സിലാക്കൂ. പലരുടെയും കയ്യിൽ ഖുർആൻ പരിഭാഷ ഉണ്ടാവും. ചിലപ്പോൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ പഠിച്ചു നോക്കിയിട്ടുണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനൊന്നും മനസ്സ് തുറന്ന് വായിക്കാൻ തയ്യാറായാൽ തർക്കങ്ങൾക്കൊക്കെ പരിഹാരമാകും.
സർവശക്തനായ റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ. വിശുദ്ധ ഖുർആന്റെ അധ്യാപനമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞത് മുഴുവനും അംഗീകരിക്കണം. വിശുദ്ധ ഖുർആന്റെ അധ്യാപനമാണ്. അവിടെ ബുദ്ധിയും യുക്തിയൊന്നും ആലോചിക്കരുത്. ഖുർആനിന്റെ അധ്യാപനമാണ്. പരലോകമുണ്ട്, ഖുർആനിന്റെ അധ്യാപനമാണ്. ഏതു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് ഖുർആനിനെ സമീപിക്കാൻ തയ്യാറായാൽ, ഹദീസുകളെ സമീപിക്കാൻ തയ്യാറായാൽ രക്ഷയുണ്ടാകും. അതല്ല നേതാക്കൾക്കൊത്ത് തുള്ളിയാലോ, മഹ്ശറിലെത്തുമ്പോൾ യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതഅനാ അല്ലാഹ വഅതഅനാ الرسൂല വഖാലൂ റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅളൂന السبീല റബ്ബനാ ആതിഹിം ളിഅഫൈൻ മിനൽ അദാബി വൽഅൻഹും ലഅനൻ കബീറാ. സൂറത്തുൽ അഹ്സാബ് നോക്കൂ പ്രിയമുള്ളവരെ, അതിന്റെ പരിഭാഷയൊന്ന് വായിച്ചു നോക്കൂ ഉപ്പമാരെ, ഉമ്മമാരെ. നരകത്തിയിൽ മുഖം കുത്തി വീഴുന്ന നേരത്ത്, നരകത്തിയിൽ കിടന്ന് പൊള്ളിയിട്ട് അല്ല പഠിപ്പിച്ചത്, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതൊക്കെ പൂർണ്ണമായും സത്യമായിരുന്നു. അതൊന്നും കളിയാക്കേണ്ടിയിരുന്നില്ല, അതിനെ പരിഹസിക്കേണ്ടിയിരുന്നില്ല, അത് അംഗീകരിച്ചിരുന്നവരെ ചീത്ത വിളിക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ അങ്ങ് ബോധ്യമാകുമ്പോ അവിടെ വെച്ച് പൊട്ടിക്കരയുകയാണ്. യാ ലൈതനാ, ഞങ്ങൾ അള്ളാനെ അനുസരിച്ചിരുന്നെങ്കിൽ, അള്ളാന്റെ റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ, ഇന്നാ തഅനാ, ഞങ്ങൾ മറിച്ച് അനുസരിച്ചത് ആരെയാണ്? സാദത്തനാ വകുബറാനാ, ഞങ്ങളുടെ പ്രസിഡന്റുമാരെ, സെക്രട്ടറിമാരെ, നേതാക്കളെ, സാദാത്തീങ്ങളെ, തങ്ങന്മാരെ, ഔലിയാക്കന്മാരെന്ന് പറഞ്ഞു നടന്നവരെ, ബീവിമാരെന്ന് പറഞ്ഞു നടന്നവരെ, സാദാത്തുക്കളെന്ന് പറഞ്ഞു നടന്നവരെ, അവരെയാണ് ഞങ്ങൾ അനുസരിച്ചത്. അതിലൊക്കെ അബദ്ധങ്ങളുണ്ട്. ഖുർആൻ ഇങ്ങനെയാണ്, ഹദീസിൽ ഇങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞവരെ ഞങ്ങൾ പുച്ഛിച്ചു, ഞങ്ങളവരെ കളവാക്കി, ഞങ്ങളവരെ കളിയാക്കി. അതുകൊണ്ട് ഇവരാണ് ഞങ്ങളെ പിഴപ്പിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തരുന്നതിൻ്റെ ഇരട്ടി ശിക്ഷ നീ അവർക്ക് കൊടുക്കണേ റബ്ബേ എന്ന് നരകത്തിൽ വെച്ച് വിലപിച്ചിട്ട് കാര്യമുണ്ടാകില്ല. തൻ്റെ ക്ലോസ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് പലതും പറഞ്ഞു. എന്റെ കൂട്ടുകാരന്റെ ഇഷ്ടത്തിന് വേണ്ടി അപ്പുറത്ത് നിന്നു, പ്രമാണം നോക്കിയില്ല, തെളിവ് നോക്കിയില്ല, കൂട്ടത്തിൽ അങ്ങ് കൂടിക്കൊടുത്തതാണ്. അവനും വിലപിക്കുകയാണ്, കൈകടിക്കുകയാണ്. മഹ്ശറിൽ യൗമ യഅദ്ദുൽ ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ ലഖദ് അദല്ലനി അനിൽ ദിക്രി ബഅദ ഇദ് ജാഅനി വകാന അശ്ശൈത്താനു ലിൽഇൻസാനി ഖദൂലാ. പരിശുദ്ധ ഖുർആൻ വെറുതെ ഓതാനുള്ളതല്ല ഉമ്മമാരെ, ഉപ്പമാരെ. ഒന്ന് മനസ്സ് കൊടുത്ത് ചിന്തിച്ചിട്ടൊന്ന് ഓതി നോക്ക്. അതിൽ പറയാണ്, പലർക്കും വേണ്ടി പ്രമാണം നോക്കാതെ സത്യമാണെന്നൊക്കെ ബോധ്യമുണ്ടായിരുന്നു, പക്ഷേ അവരൊക്കെ അവിടെ കൂട്ടത്തിലല്ലേ, എന്നാ പിന്നെ നമ്മളും അങ്ങ് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് ഏതിനെയും തള്ളിയിട്ട് എല്ലാവരെയും ഒഴിവാക്കിയിട്ട് അങ്ങ് കൂട്ടത്തിൽ കൂടിപ്പോയില്ലേ. മഹ്ശറിലെത്തുമ്പോ കൈ കടിച്ചിട്ട് പൊട്ടിക്കരയുകയാണ്. അള്ളാന്റെ റസൂലിനെ ഞാൻ മിത്രമായി സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ഇന്നാലിന്ന ചങ്ങാതിയെ ഞാൻ ചങ്ങാതിയാക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്തേ അയാൾ എന്നെ പറ്റിച്ചു? ലഖദ് അളല്ലനി, അയാളാണ് എന്നെ പിഴപ്പിച്ചത്. അനിദ്ദിക്രി, അല്ല പഠിപ്പിച്ച പ്രമാണത്തിൽ നിന്ന് അയാളാണ് എന്നെ പറഞ്ഞ് പിഴപ്പിച്ചത്. ബഅദ ഇദ് ജാഅനി, അതൊക്കെ എനിക്ക് വന്നു കിട്ടിയിട്ടും അതൊക്കെ ഞാൻ പഠിച്ചിരുന്നു, കേട്ടിരുന്നു, ഞങ്ങളോടത് പഠിപ്പിച്ചു തരാൻ ആളുകൾ വന്നിരുന്നു, പക്ഷേ അപ്പോഴും ഞങ്ങളത് കേൾക്കാൻ പോലും മനസ്സില്ലാതെ അവരെ പരിഹസിച്ചു തള്ളി, അവരെ നിഷേധിച്ചു തള്ളി. അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഈ ഒരവസ്ഥയിൽ പെട്ടുപോയല്ലോ എന്ന് കിടന്ന് വിലപിക്കുമെന്ന് പരിശുദ്ധ ഖുർആനാ പറയുന്നത്. റബ്ബനാ ഇന്നനാ സമിഅനാ, റബ്ബേ ഞങ്ങളിപ്പോ കേട്ടു, ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി, ഇപ്പയെല്ലാം ബോധ്യമായി. നരകത്തിൽ ഇങ്ങനെ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا ഞങ്ങളായിരുന്നുവെങ്കിൽ നസ്മഉ, ഞങ്ങളോട് ഉപദേശിക്കുന്ന ഉപദേശികളുടെ വാക്കുകൾക്ക് ഞങ്ങൾ കാതോർത്തിരുന്നുവെങ്കിൽ, വനഅഖിലു, ഞങ്ങൾ അതൊക്കെ
കേട്ട് വെറുതെ അങ്ങ് തള്ളിക്കളയാതെ എന്താണ് അദ്ദേഹം പറഞ്ഞത്, അല്ലെങ്കിൽ എന്താണ് ഈ ഭാഗം പറയുന്നത്, ഞങ്ങളൊന്ന് കണ്ണു തുറന്നൊന്ന് ചിന്തിക്കട്ടെ എന്ന് ചിന്തിക്കാൻ ഞങ്ങൾ തയ്യാറായില്ല. വാശി കൊണ്ട് ഞങ്ങൾ അങ്ങനെ ജീവിച്ചു മരിച്ചു പോന്നു. പക്ഷേ ഇപ്പോഴാണ് ബോധ്യമാകുന്നത്, അന്ന് കേട്ട് പഠിച്ച് ചിന്തിച്ചിരുന്നു പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ മാ കുന്നാ ഞങ്ങളായി തീരുമായിരുന്നില്ലല്ലോ. ഫി അസ്ഹാബിസ് സഈർ ഈ കത്തിയാളുന്ന നരകത്തിയിൽ ഞങ്ങൾ വെന്തുരുകേണ്ടി വരുമായിരുന്നില്ലല്ലോ എന്ന് പൊട്ടിക്കരയുകയാണ്. വഹും യസ്തരിഖൂന ഫീഹാ വിശുദ്ധ ഖുർആൻ നിർത്തുന്നില്ല. എത്ര സ്ഥലങ്ങളിലാ പല വിധത്തിലല്ലേ നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് ഇടിച്ചു തുളച്ച് കയറുന്ന ശൈലി. വിശുദ്ധ ഖുർആനിന്റെ വശ്യത എത്ര മനോഹരമാണ്. വഹും യസ്തരിഖൂന ഫീഹാ അവർ നരകത്തിൽ കിടന്ന് ആർത്ത് അട്ടഹസിക്കുകയാണ്, നിലവിളിക്കുകയാണ്. ആണും പെണ്ണുമൊക്കെ കിടന്ന് പൊട്ടി അലറുകയാണ്. എന്താണ് പറയുന്നത്? റബ്ബനാ ഖിരിജ്നാ ഒന്ന് പുറത്തേക്കിട്ടതാ, സഹിക്കാൻ പറ്റുന്നില്ല അല്ലാഹ്, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, ഒന്ന് പുറത്തേക്കിട്ടതായോ. എന്തിനാ? നഅമൽ സാലിഹാ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വരാ. ഞങ്ങൾ ഇനി ഒന്നിനെയും പരിഹസിക്കൂല, ആരെയും ആക്ഷേപിക്കൂല, പ്രമാണത്തിലുള്ളത് ഞങ്ങൾ തള്ളൂല, പ്രമാണമനുസരിച്ച് ഞങ്ങൾ ജീവിച്ചോള റബ്ബേ ഒന്ന് മടക്കിത്തരാമോ എന്ന് ആവശ്യപ്പെടുമ്പോ അള്ളാന്റെ മറുപടി അലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ നിങ്ങൾക്ക് ഞാൻ ആയുസ് തന്നിരുന്നില്ലയോ? അള്ളാന്റെ ചോദ്യം. നിങ്ങൾക്ക് ഭൂമിയിൽ ഞാൻ നിങ്ങൾക്ക് പ്രവർത്തിക്കാനും കേൾക്കാനും പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉതകുന്ന നിലക്ക് ആയുസ് തന്നിരുന്നില്ലേ? നിനക്ക് ആയുസ് തന്നു എന്ന് മാത്രമല്ല, ആ ആയുഷ്കാലം എങ്ങനെയൊക്കെ ജീവിക്കണം, എന്ത് വിശ്വസിക്കരുത്, എന്തൊക്കെ വിശ്വസിക്കണം, എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന താക്കീതുകാരെയും നിങ്ങൾക്ക് പറഞ്ഞയച്ച് തന്നിരുന്നില്ലയോ? എന്നിട്ടിപ്പോൾ കിടന്നു മോങ്ങുകയാണോ? ഇപ്പോൾ കിടന്ന് വിലപിക്കുകയാണോ? ഇല്ലടോ, ഇല്ല. ഇനി നിനക്കൊരു രക്ഷയുമില്ല. വജാഅകുമുൻ നദീർ ഖാലൂ ബലാ അതേ വന്നിരുന്നു എന്ന് പറയാണ്. പക്ഷേ ആ വിലാപം ആര് കേൾക്കാനാണ് പ്രിയമുള്ളവരെ? അതുകൊണ്ട് പരലോകത്ത് നമുക്ക് തപ്പിത്തടയാതെ സ്വർഗത്തിലെത്താൻ കഴിയണം. അതിന് പ്രകാശം വേണം. നമ്മുടെ നിസ്കാരം നമ്മുടെ ഖബറിലും മഹ്ശറിലും നമുക്ക് ലൈറ്റാണ്. നമ്മുടെ ഖുർആൻ പഠനവും ഖുർആൻ ഓത്തും നമ്മുടെ ഖബറിലും മഹ്ശറിലും സിറാത്ത് പാലത്തിലും നമുക്ക് ലൈറ്റാണ്. നമ്മുടെ നോമ്പും നമ്മുടെ സക്കാത്തും നമ്മുടെ സൽക്കർമ്മങ്ങൾ മുഴുവനും പരലോകത്ത് ലൈറ്റാണ്. അതേ അവസരത്തിൽ അൽളുൽമു തെറ്റുകളും അക്രമങ്ങളും ഒക്കെ ളുലുമാത്തുൻ യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ അതൊക്കെ ഇരുട്ടുകളായിരിക്കും. കണ്ണ് കാണാത്ത അന്ധരായിക്കൊണ്ട് മഹ്ശറിൽ തപ്പിത്തടയും. അല്ലാഹു അർശിന്റെ തണൽ വിരിച്ചു കൊടുക്കുന്ന മഹാന്മാര് റജുലുൻ ദക്കറല്ലാഹ ഖാലിയാ ഒറ്റക്കിരുന്ന് അല്ലാഹനെ കുറിച്ച് ഓർത്തു, കഴിഞ്ഞ കാല ജീവിതത്തെ കുറിച്ച് ഓർത്തു. അതൊക്കെയും അതാ ഓർത്തപ്പോ എന്തുണ്ടായി? കരഞ്ഞു പോവുകയാണ്, പൊട്ടിക്കരയുകയാണ്. പൊട്ടിക്കരയുകയാണ്. ആരെയും കാണിക്കാനുള്ള കരച്ചിലല്ല. ഏകനായിരുന്ന് കരയുന്നവർക്ക് പരലോകത്ത് തണലുണ്ട്. ചെറുപ്പക്കാരെ, യൗവനം നല്ല രൂപത്തിൽ ജീവിച്ചാൽ തണലുണ്ട്. അതേ അവിഹിതമായ ബന്ധത്തിലേക്ക് പോകാതെ രക്ഷപ്പെടുത്തി നിൽക്കാൻ കഴിഞ്ഞുവെങ്കിൽ അവിടെ തണലുണ്ട്. വളരെ സ്വകാര്യമായി സ്വതക്ക കൊടുക്കാൻ പറ്റിയാൽ തണലുണ്ട്. എന്തെന്ത് കാര്യങ്ങളാണ് അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഈ അവസരത്തിൽ അതാ ഈ ഖബറിലെ ശിക്ഷയെ പോലും തള്ളിക്കളയുന്ന ഒരു കൂട്ടർ ലോകത്തുള്ളത് പോലെ വേറൊരു കൂട്ടർക്ക് ഖബർ ശിക്ഷ എന്ന് പറഞ്ഞാൽ നവർ മൈൻഡാണ്. ഒരു മുസ്ലിയാര് പ്രസംഗിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ബാധ്യതയുടെ ആഴമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഖബർ ശിക്ഷ ഇവർക്കൊക്കെ എന്താ ഇവരൊക്കെ മനസ്സിലാക്കിയത്? ഇവരൊക്കെ എത്ര വലിയ മഹാന്മാരാ അവരുടെ കണ്ണില്. ശംസുൽ ഉലമ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് ഒരു മുസ്ലിയാർ ഈ അടുത്ത് പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിക്കുന്നത്? ഇ.കെ. മരിച്ച് ഖബറിൽ വെച്ചപ്പോ മുൻകർ നക്കീർ ചോദിക്കാമെന്നപ്പോ ഇയാള് പറയാണ്, എന്നെ ചോദിക്കാൻ നീ ആരാ? അന മുതഹ്ഹറുൻ, ഞാൻ പരിശുദ്ധനാണ്. മുൻകർ നക്കീറിനെ കൈകാര്യം ചെയ്ത് പറഞ്ഞയച്ചു. ആര്? ഇ.കെ.
ഇ കെ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞയച്ചു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വാശിയും വൈരാഗ്യവും വെടിഞ്ഞിട്ട് ചിന്തിക്ക്. ഇത് ഇസ്ലാമിന് പറയാൻ കഴിയുമോ? ഇത് മുസ്ലിമിന് പറയാൻ കഴിയുമോ? തീർന്നില്ല. മറ്റൊരിക്കലതാ വേറെ ഒരു ശൈഖിന്റെ, ഒരു അബൂ യസീദുൽ ബിസ്താമി എന്ന് പറയുന്ന ഒരു സൂഫി, അയാളുടെ കാര്യമല്ല പറയുന്നത്, അയാളുടെ കെട്ടും പാണ്ഡവും ഒക്കെ തലയിലേറ്റി നടന്നിരുന്ന ഒരു മുരീദ്, അയാൾ ആളുകളോട് ഇങ്ങനെ ബടായി പറയാണ് ഒരിക്കൽ, എന്ത് മുൻകർ നക്കീറിനെയൊക്കെ ഖബറിൽ ഞാൻ കൈകാര്യം ചെയ്യും. അയാൾ പറയണേ. അപ്പൊ ആൾക്കാർ ചോദിച്ചു, അല്ല നിങ്ങൾ എങ്ങനെ മുൻകർ നക്കീറിനെ കൈകാര്യം ചെയ്യാം? നിങ്ങൾ മരിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുക? അപ്പൊ ഇയാൾ ഒരു പേടിയും കൂടാതെ പറയാണ്, ഞാൻ മരിച്ച് കബറടക്കി ഞങ്ങളുടെ കബറും പുറത്തോടെ നിന്നോളുണ്ട്, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരും. അങ്ങനെ ഇയാൾ മരിച്ചു. ഇയാളെ കൊണ്ടുപോയിട്ട് കബറടക്കിയപ്പോ ആൾക്കാർ പറയാണ്, അതാ മുൻകർ നക്കീർ വന്നേക്ക്. ഇയാൾ ചോദിക്കാണ്, ആരാ എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ച്? ഞാൻ ആരാന്ന് എനിക്ക് മനസ്സിലായിക്കണോ? എന്നെ ചോദിക്കാൻ നീ ആരാ? ഞാൻ അബൂ യസീദുൽ ബിസ്താമിയുടെ ബാണ്ഡം തലയിലേറ്റി നടന്ന മുരീദാണ്, അതുകൊണ്ട് എന്നെ ചോദിക്കാനൊന്നും നിങ്ങളായിട്ടില്ല, ഹോ അവിടുന്ന് പറഞ്ഞയച്ചു. മലക്കുകളെ പറഞ്ഞയച്ചു. ആലോചിച്ചു നോക്ക്, പറഞ്ഞയച്ചു. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇവരുടെ ഖബറിലെ ചോദ്യത്തെക്കുറിച്ചുള്ള ഈ മുസ്ലിയാക്കന്മാരുടെ, ഈ സഖാഫിമാരുടെ, ഈ സാദാത്ത് തങ്ങന്മാരെന്ന് പറയുന്ന ആളുകൾ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന കാര്യമാണത്. ഖബറിലെ കുറിച്ച് അവർ വേറെയും കുറെ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. മുൻകർ നക്കീർ ചോദിക്കാമെന്നപ്പോ മുഹീദ്ദീൻ ശൈഖിന്റെ മുരീദായിരുന്നു, യാ ഗൗസിയ മുഹീദ്ദീൻ മറുപടി പറഞ്ഞപ്പോ വടിയങ്ങ് പിടിച്ചു വാങ്ങി എന്ന് ഇവര് വിശ്വസിക്കുന്നുണ്ട്. റൂഹിന്റെ കൊട്ട തട്ടി റൂഹ് മുരീദിന്റെ തിരിച്ചു കൊടുത്തു എന്ന് വിശ്വസിക്കുന്നുണ്ട്. ചിന്തിക്ക് സഹോദരന്മാരെ, പെട്ടുപോയവരാലോചിക്ക്. അതേ പരിശുദ്ധ ഖുർആനാണ് അല്ലാഹ് പഠിപ്പിച്ചതേ സത്യമുള്ളൂ, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാണ് സത്യം. ഇതൊക്കെ ഞങ്ങളെ നേതാക്കന്മാര് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് മതി എന്ന് വിശ്വസിച്ച് ഏത് ഗ്രൂപ്പിൽ ആരൊക്കെ പെട്ടിട്ടുണ്ടോ പരലോകത്ത് പറയാണ്, ഞങ്ങൾ ഇവരെയാണ് അനുസരിച്ചു പോയത്, അതുകൊണ്ട് ഇവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ. ആ വിലാപം കൊണ്ട് കാര്യമുണ്ടാകില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് ശരിക്ക് പഠിച്ചോ, ഇവിടെ വെച്ച് ശരിക്ക് മനസ്സിലാക്കിക്കോ, ഇസ്ലാമിനെ ഉൾക്കൊണ്ടോ പ്രിയമുള്ളവരെ, തൗഹീദ് മനസ്സിലാക്കിക്കോ, സുന്നത്തും ബിദ്അത്തും വേർതിരിച്ച് മനസ്സിലാക്കിക്കോ, അശ്ലീലതകളിൽ നിന്ന് വിട്ടുനിന്നോ, അധർമ്മങ്ങളോട് വിട പറഞ്ഞോ, വിശുദ്ധ ഖുർആനിനെ വാരിപ്പുണർന്നോ, ഹദീസുകളെ ശരിക്കും പഠിച്ചോളൂ, മനസ്സിലാക്കിക്കോളൂ. അങ്ങനെയൊന്ന് മനസ്സ് തുറന്ന് കണ്ടും കാതും കൊടുക്കുന്നവർക്ക് ഖുർആൻ കൊണ്ട് ഫലമുണ്ടാവുകയുള്ളൂ. ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖസം വഹുവ ഷഹീദ്. ഖുർആൻ കേട്ടവർക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ല. ഇതാർക്കാണ് ഉപകാരപ്പെടുക? ഈ ഖുർആൻ ഉപകാരപ്പെടുന്നത് ആർക്കായിരിക്കും? ഇന്ന ഫീ ഹാദാ ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ, നല്ല വിനയത്തോടെയുള്ള മനസ്സുള്ളവർക്ക്, ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ഈ സുന്ദരമായ ലോകത്തേക്ക്, ഈ ആദർശത്തിന്റെ ലോകത്തേക്ക് പ്രിയമുള്ളവരെ നമ്മൾ ശരിക്കും മടങ്ങണം. അതേ അവസരത്തിൽ കളവുകളും അതുപോലെ തന്നെ മറ്റു അനാവശ്യമായ പ്രവർത്തനങ്ങളുമായാൽ ഖബറിൽ വളരെ മോശമായ അനുഭവങ്ങളാണ് വരാനുള്ളത്. ഒരു നുണയങ്ങ് പാസാക്കുകയാണ്, ആ നുണ ചക്രവാളം മുഴുവനും അങ്ങ് വികസിക്കുകയാണ്. അവർക്ക് നാളെ ഖബറിൽ കിട്ടാനുള്ള ശിക്ഷ എന്താ? വായാതാ ചെവിവരെ കീറിമുറിക്കുകയാണ്, മൂക്കിൽ കൊടിലിട്ട് ചെവിവരെ കീറിമുറിക്കുകയാണ്, കണ്ണിൽ കുടിലിട്ട് വരെ ചെവിവരെ കീറിമുറിക്കുകയാണ്. എന്താണ് അയാൾ ചെയ്ത തെറ്റെന്ന് റസൂലുള്ള ചോദിക്കുമ്പോ ആ മനുഷ്യന്റെ പണി എന്താ? അയാളുടെ വീട്ടിൽ നിന്ന് ഒരു കളവങ്ങ് പാസാക്കും, രാവിലെ ഒരു നുണ പറയും, ആ നുണ ചക്രവാളം മുഴുവനും അങ്ങ് എത്തിയിട്ടുണ്ടാകും. സുബ്ഹാനല്ലാഹ്, ഈ ഹദീസ് വല്ലാതെ ചിന്തിക്കണേ പ്രിയമുള്ളവരെ. അള്ളാന്റെ റസൂൽ ഇത് പറയുന്ന കാലത്ത് ഇന്റർനെറ്റിന്റെ സംവിധാനമില്ല. ഒരു ഹദീസ് കിട്ടണമെങ്കിൽ പോലും കുതിരപ്പുറത്ത് ഒരു മാസക്കാലം സഞ്ചരിച്ചിട്ട് വേണം ഒരു ഭാഗത്ത് പോയിട്ട് ഒരു ന്യൂസ് കേട്ട് തിരിച്ചു വരണമെങ്കിൽ. പക്ഷേ അള്ളാന്റെ റസൂൽ പറയുന്നത് നോക്കൂ, ഒരു കളവങ്ങ് പാസാക്കിയിട്ട് ലോകം മുഴുവൻ അത് എത്തിക്കുന്ന പണിയായിരുന്നു ഇയാൾക്കെന്ന് പറയുമ്പോ നെറ്റിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആരാന്റെ ഗീബത്ത് പറയുന്ന ദുരാരോപണങ്ങൾ അടിച്ചു വിടുന്ന പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിക്ക്, എന്താണ് ഞാൻ ഈ ഫോർവേഡ് ചെയ്തത്? എത്രായിരങ്ങളാണിത് വായിക്കുന്നത്? ആരെക്കുറിച്ചാണ് ഞാൻ ഈ ദുരാരോപണം പറഞ്ഞത്? ആരെക്കുറിച്ചാണ് ഞാൻ ഈ കളവുകൾ പറയുന്നത്? അത് ലോകം മുഴുവൻ അങ്ങ് എത്തിയതിന്റെ കുറ്റം എനിക്കല്ലേ? ഖബറിൽ അനുഭവിക്കും. പ്രോത്സാഹിപ്പിച്ചവരാരും വക്കാലത്തേൽക്കാൻ വരില്ല.
ആരും അവിടെ സംരക്ഷണത്തിന് വരില്ല. ഉമ്മ ഉപ്പ നമ്മളെ ഒറ്റയ്ക്കേ ഉണ്ടാവുകയുള്ളൂ. ഓർത്തിട്ട് വേണം കളവ് പ്രചരിപ്പിക്കാൻ, ഓർത്തിട്ട് വേണം ദുരാരോപണം പറയാൻ, ഓർത്തിട്ട് വേണം അള്ളാന്റെ പേരിൽ കളവ് പറയാൻ, ഓർത്തിട്ട് വേണം റസൂലുള്ളാന്റെ പേരിൽ കളവ് പറയാൻ, ഓർത്തിട്ട് വേണം കള്ളക്കഥകൾ ഉണ്ടാക്കുവാൻ, ഓർത്തിട്ട് വേണം തൗഹീദിൽ മായം ചേർക്കാൻ, ഓർത്തിട്ട് വേണം സുന്നത്തിൽ മായം ചേർക്കാൻ. ഓർമ്മയോടെ വേണം ജീവിതത്തിന്റെ സകല തലങ്ങളിലും മുന്നോട്ട് പോകാൻ. ഇല്ലെങ്കിൽ ഇത് ഖബറിൽ അനുഭവിക്കും. വിശുദ്ധ ഖുർആൻ പഠിച്ചു, പക്ഷേ പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചില്ല. നിസ്കാരം പോലും ഒഴിവാക്കി കിടന്നുറങ്ങി. ആ മനുഷ്യന് ഖബറിൽ കിട്ടാനുള്ളത് എന്താ? വലിയ പാറക്കല്ല് കൊണ്ട് അവന്റെ തലയിലിട്ട് ചതച്ചരക്കുകയാണ്. എന്തേ? പഠിച്ചതനുസരിച്ച് ചെയ്തില്ല. കിടന്നുറങ്ങി. വീട്ടുകാരും ഉറങ്ങി. സുബഹിക്ക് എഴുന്നേൽക്കുന്നില്ല, ജമാഅത്തിന് പോകുന്നില്ല, ഖുർആനോത്തില്ല, ദിക്റില്ല, ദുആയില്ല, ഒന്നുമില്ല. അവിടെ വെറും മ്യൂസിക്കാണ്, സിനിമയാണ്, സംഗീതമാണ്, മറ്റുള്ളവരുടെ കുറ്റം പറച്ചിലാണ്, തർക്കമാണ്, വിതർക്കങ്ങളാണ്, കല്യാണമാണ്, കളിയാട്ടമാണ്, സ്റ്റേജ് ഷോയാണ്, ഗാനമേളയാണ്, ഫോട്ടോ എടുക്കലാണ്, ഏറ്റവും വലിയ രൂപത്തിലുള്ള ആരവാരങ്ങളാണ്. എല്ലാ ആനന്ദങ്ങൾക്കുമിടയിൽ പഠിക്കേണ്ടത് പഠിച്ചില്ല, ചെയ്യേണ്ടത് ചെയ്തില്ല. പക്ഷേ പരലോകത്തെത്തുമ്പോ ശക്തമാണ് ശിക്ഷ. പലിശ വാങ്ങിയ ആളുകളെ, അതേ ഏറ്റവും വലിയ രക്തത്തിന്റെ പുഴയിൽ കിടന്ന് ഉഴറുമ്പോ, വാ പിളിച്ചു കരയിലേക്ക് എത്തുമ്പോ വായയിലേക്ക് വലിയ കല്ലുകൾ കൊണ്ട് എടുത്തെറിഞ്ഞ് പിന്നെയും രക്തത്തിന്റെ പുഴയിൽ അങ്ങനെ മുങ്ങിച്ചാകുന്ന, ചാവാതെ ചാവുന്ന, അഥവാ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശിക്ഷ നബി തങ്ങൾ കണ്ടിട്ടില്ലേ? വ്യഭിചാരികൾക്കും അധർമ്മകാരികൾക്കും ഒളിച്ചോട്ടക്കാരികൾക്കും ഒളിച്ചോടുന്നവർക്കും വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ അശ്ലീലതകൾ കാണുന്നവർക്കും പ്രചരിപ്പിക്കുന്നവർക്കും ഫോർവേഡ് ചെയ്യുന്നവർക്കും അത് കണ്ട് രസിക്കുന്ന ടീനേജുകാരാവട്ടെ അല്ലാത്തവരാവട്ടെ എല്ലാവർക്കും അവിടെ വരാനുള്ള ഏറ്റവും കഠിനകഠോരമായ ശിക്ഷയെപ്പറ്റി മുസ്തഫ പറഞ്ഞത് മറക്കല്ലേ. എത്രയെത്ര കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് മനസ്സ് തുറന്ന് പഠിക്കണേ. അപ്പോഴേ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സ്വർഗത്തിലേക്ക് കടന്നോ. മലക്കുകൾ ഇങ്ങനെ എതിരേൽക്കുകയാണ്. ഉദ്ഖുലൂഹാ ബിസലാം, ശാന്തിയോടെ കയറിക്കോ. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് രക്ഷയുണ്ട്. ബിമാ സബർത്തും, നിങ്ങളേറെ സഹിച്ചവരാണ്. ദുന്യാവിൽ സഹിച്ചവർക്കാണ് സ്വർഗം, ദുന്യാവിൽ കേശം സഹിച്ചവർക്കാണ് സ്വർഗം. മലക്കുകൾ വരവേൽക്കുമ്പോ പറയുകയാണ് സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് ശാന്തി. ബിമാ സബർത്തും, നിങ്ങൾ സഹിച്ചവരാണ്. മറ്റൊരു ആയത്തിൽ ബിമാ തിബുത്തും, അതെ സലാമുൻ അലൈക്കും തിബുത്തും, നിങ്ങൾ നന്മ ചെയ്തവരാണ്, നല്ലത് പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ട് ഫദ്ഖുലൂഹാ ഖാലിദീൻ, പ്രവേശിച്ചോളൂ, ഇനി പുറത്തു പോകണ്ടട്ടോ, ഇവിടെ തന്നെയാണ് കാലാകാലം. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതേ അവസരത്തിൽ കത്തിയാളുന്ന നരകത്തിയിൽ ഒരിറ്റു വെള്ളത്തിന് വേണ്ടി കെഞ്ചുമ്പോ, അതേ ഉമ്മമാരെ ഉപ്പമാരെ, നമ്മുടെ മക്കളിങ്ങനെ ദാഹിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമോ? താപ്പദാഹിക്കുന്നത് കാണാനൊക്കുമോ? കുടുംബത്തോടെ സ്വർഗത്തിലെത്തണം, കുടുംബത്തോടെ ഒന്നിച്ചു കഴിയണം, കുടുംബത്തോടെ സ്വർഗത്തിലെത്തണം. അതിന് നമ്മൾ ഒന്നിച്ചു പോകണം. ഖുർആൻ ക്ലാസ്സിന് പോകുമ്പോ വാപ്പ പോകും, ഭാര്യയില്ല, ഉമ്മ പോകും, വാപ്പയില്ല. മക്കളവിടെ പുറത്ത് അവരിരുന്ന് ഇന്റർനെറ്റിലും വാട്സപ്പിലും കളിക്കുകയാണ്. വാപ്പയും ഈ ഖുർആൻ ക്ലാസ്സിന് ഒന്നാം സഫിലുണ്ട്. പക്ഷേ എന്താണ് കാര്യം? എല്ലാവരും ഒന്നിച്ച് പഠിക്കൂ, ഒന്നിച്ച് ഈമാനിന്റെ മാർഗത്തിലേക്ക് വരൂ. സ്വർഗം നമുക്കാണ്, സ്വർഗം ഒന്നിച്ചാണ്. ഫദ്ഖുലൂഹാ ഖാലിദീൻ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഓ പ്രിയമുള്ളവരെ, ഞാനിനി സുദീർഘമായി സംസാരിക്കുന്നില്ല. ചില സൂചനകളെ ഞാൻ നൽകിയിട്ടുള്ളൂ. വിശാലമായി നിങ്ങൾ പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂട്യൂബുകളിൽ ഈ വിഷയങ്ങളിലൊക്കെ പ്രഭാഷണങ്ങൾ ലഭ്യമാണ്. നിങ്ങൾ വിഷയസംബന്ധമായി വിഷയാധിഷ്ഠിതമായി കേട്ട് എഴുതിയെടുത്ത് പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ അഖീദ ഭദ്രമാക്കണം, കർമ്മങ്ങൾ മുക്തമാക്കണം, തിന്മകളിൽ നിന്ന് സ്വഭാവങ്ങൾ നന്നാക്കണം, എല്ലാ പോരായ്മകളിൽ നിന്നും അങ്ങനെ ജീവിച്ച് റബ്ബിനോട് പ്രാർത്ഥിച്ച് ഈ ലോകത്തിനൊന്ന് സന്തോഷത്തോടെ കണ്ണടക്കാൻ നമുക്ക് കഴിവ് റബ്ബ് തരുമാ
തരുമാറാകട്ടെ. അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യുക, കൂടുതൽ കൂടുതൽ പഠിക്കുക, കൂടുതൽ വിനീതരാവുക, കൂടുതൽ ഇഖ്ലാസുള്ളവരാവുക. നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകുന്ന റിയാ എന്ന രോഗത്തിൽ നിന്ന്, കാപട്യം എന്ന രോഗത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ട് ഇഖ്ലാസ് നമുക്ക് വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ, ഈമാൻ വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ, നല്ലവരന്ത്യം തരുമാറാകട്ടെ. മോശമായ അന്ത്യത്തിൽ നിന്ന് റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗികൾ ഒരുപാടുണ്ട്, ഒരുപാട് രോഗികളുണ്ട്. എല്ലാ രോഗങ്ങളും ശിഫയാക്കുന്ന നാഥ, നീ പരിപൂർണമായും ശിഫ നൽകണമേ നാഥ. ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, അതേ പല പണ്ഡിതന്മാരുമുണ്ട്, നേതാക്കളുണ്ട്, ഗുരുനാഥന്മാരുണ്ട്. എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ നാഥ. അവരുടെയൊക്കെ ഖബറുകൾ നീ സ്വർഗ്ഗത്തോപ്പാക്കണേ നാഥ. എല്ലാ വിശ്വാസികളുടെയും ചാരത്തണഞ്ഞ് സ്വർഗത്തിൽ അമ്പിയാക്കളോടൊത്ത് സ്വർഗം പങ്കിടാനുള്ള തൗഫീഖ് തരണേ അല്ലാ. സർവ്വ തിന്മകളോടും വിട പറഞ്ഞുകൊണ്ട് ഇനി അങ്ങോട്ട് റബ്ബ് അനുവദിച്ചു തരുന്ന സമയങ്ങളെ പരമാവധി ചൂഷണം ചെയ്യാനുള്ള തൗഫീഖ് നൽകിയിട്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഈ സദസ്സിൽ നിന്ന് വിട്ടുപിരിയുന്നതിൻ്റെ മുമ്പ് എന്ത് തന്നെ പാപങ്ങൾ വന്നവരാണെങ്കിലും പുറത്തു തരണേ അല്ലാ. ഇവിടെ കൂടിയ മനുഷ്യന്മാരുടെ മനസ്സുകളിൽ പലരും പല വിഷമങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ടാകും റബ്ബേ. ഈ വലിയ പ്രാധാന്യമുള്ള ഇൽമിന്റെ മജ്‌ലിസിൽ അല്ലാഹുവേ നിന്റെ മലക്കുകൾ ഹാജരാകുന്ന, നിന്റെ റഹ്മത്തും ബറക്കത്തും വർഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേദിയിൽ നിന്ന് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും നിന്റെ സ്വീകാര്യയോഗ്യമായ ആ ആബിദീങ്ങളുടെ, സൽക്കർമ്മകാരികളുടെ, സാലിഹീങ്ങളുടെ പട്ടികയിൽ ചേർത്തുകൊണ്ട് നീ ഞങ്ങളെ രക്ഷിക്കണേ റബ്ബേ. ഞങ്ങളെ തെറ്റിദ്ധരിച്ചവർക്ക് നീ പഠിക്കാൻ സന്മനസ്സ് കൊടുക്കണേ അല്ലാ. അവർ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള സന്മനസ്സ് കൊടുക്കണേ അല്ലാ. ഒരുമിച്ചൊന്നായി മുന്നോട്ട് പോയിക്കൊണ്ട് രാജ്യത്ത് പടർന്നു പിടിക്കുന്ന ശിർക്കനും വിദ്അത്തുകൾക്കുമെതിരെ ഒന്നിച്ചു പോരാടാനുള്ള തൗഫീഖ് റബ്ബേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റബ്ബേ. ഈ പ്രവർത്തനത്തിന് വേണ്ടി അധ്വാനിച്ചവരുണ്ട്, ഇതിന് വേണ്ടി ദിവസങ്ങളോളം വീട് കയറി അധ്വാനിച്ചവരുണ്ട്, ആളുകളെ ക്ഷണിച്ചവരുണ്ട്, വാഹനപ്രചരണം നടത്തിയവരുണ്ട്, പല വിധത്തിൽ സഹായിച്ചവരുണ്ട്. അല്ലാഹുവേ സ്വീകരിക്കണേ നാഥാ. ഇതുവരെ സംസാരിച്ചതും നിങ്ങൾ കേട്ടതും ഒരു സാലിഹായ അമലായി റബ്ബേ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ നാഥാ. ലോകത്തിൻ്റെ ഏത് കോണിൽ വെച്ച് മരിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്തോഷത്തിൻ്റെ വചനം പറഞ്ഞ് സ്വർഗത്തിൻ്റെ കാഴ്ചകൾ കണ്ട് സ്വർഗീയമായ സുവിശേഷങ്ങൾ കേട്ട് മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ وانصرنا على القوم الكافرين. اللهم صل على محمد وعلى آل محمد. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.